പ്രൈസ് ദി ലോർഡ്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. 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 പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അഭിഷേകാഗ്നി കൺവെൻഷനിലേക്ക് നിങ്ങളെല്ലാവരെയും പ്രത്യേകം ഈശോയുടെ നാമത്തിൽ സ്വാഗതം ചെയ്യുകയാണ്. ഈ കൺവെൻഷനിലൂടെ നിങ്ങൾക്ക് ധാരാളം അനുഗ്രഹങ്ങൾ ലഭിക്കട്ടെ എന്ന് പ്രത്യേകമായി പ്രാർത്ഥിക്കുന്നു. അനേകം പേർ ഈ സമയങ്ങളിൽ ഓൺലൈൻ ശുശ്രൂഷയിലൂടെ ആ തത്സമയം തന്നെ കർത്താവെ ഞങ്ങൾ അനുഗ്രഹിക്കണമേ എന്ന് മെസ്സേജുകളായിട്ട് പ്രാർത്ഥന അയക്കുന്നുണ്ട്. അതെല്ലാം അച്ഛൻ കാണുന്നുണ്ട്. ഇവിടെ ശുശ്രൂഷകരെല്ലാം അതിനുവേണ്ടി പ്രത്യേകം പ്രാർത്ഥിക്കുന്നുണ്ട്. നിങ്ങളുടെ പ്രാർത്ഥന, ആ മെസ്സേജുകളെല്ലാം ഈശോ സ്വീകരിച്ച് ഉത്തരം നൽകട്ടെ എന്ന് പ്രത്യേകം പ്രാർത്ഥിക്കുന്നു. ഇന്ന് ഈ ശുശ്രൂഷയിലേക്ക് കടന്നു വരുമ്പോൾ കർത്താവിൻ്റെ ആത്മാവ് തന്ന ഒരു വചനം ഇപ്രകാരമാണ്. ഈശോ ലാസറിനെ ഉയർപ്പിക്കുവാനായി ലാസറിൻ്റെ കല്ലറയിലേക്ക് ചെല്ലുമ്പോൾ അവിടെ ഈശോ നിന്ന് പ്രാർത്ഥിക്കുന്ന ഒരു പ്രാർത്ഥനയുണ്ട്. യോഹന്നാൻ്റെ സുവിശേഷം അതിൽ 11 അധ്യായം 42 മുതൽ 44 വരെയുള്ള തിരുലിഖിതങ്ങളാണത്. അങ്ങ് എൻ്റെ പ്രാർത്ഥന എപ്പോഴും ശ്രമിക്കുമെന്ന് എനിക്കറിയാം, എന്നാൽ എന്നെ അയച്ചത് അവിടുന്നാണെന്ന് ചുറ്റും നിൽക്കുന്ന ജനം വിശ്വസിക്കുന്നതിന് വേണ്ടിയാണ് ഞാനിത് പറയുന്നത്. ഇത് പറഞ്ഞിട്ട് അവൻ ഉച്ചത്തിൽ പറഞ്ഞു, ലാസറെ പുറത്തു വരിക. അപ്പോൾ മരിച്ചവൻ പുറത്തു വന്നു. അവൻ്റെ കൈകാലുകൾ നാടകൾ കൊണ്ട് ബന്ധിക്കപ്പെട്ട് മുഖം തുണി കൊണ്ട് ആവരണം ചെയ്യപ്പെട്ടിരുന്നു. യേശു അവരോട് പറഞ്ഞു, അവൻ്റെ കെട്ടുകൾ അഴിക്കുവിൻ, അവൻ പോകട്ടെ. ഈശോ തന്നെ പറയാണ്, എൻ്റെ പ്രാർത്ഥന പിതാവ് കേൾക്കുമെന്ന് എനിക്കറിയാം, എങ്കിലും ചുറ്റും നിൽക്കുന്ന ഈ ജനാവലി അത് എൻ്റെ അല്ലെങ്കിൽ പിതാവിൻ്റെ സ്നേഹം അല്ലെങ്കിൽ പിതാവിൻ്റെ സാന്നിധ്യം, ദൈവത്തിൻ്റെ സാന്നിധ്യം തിരിച്ചറിയാൻ ഇപ്പോൾ അങ്ങ് പ്രവർത്തിക്കണമേ എന്ന് പ്രാർത്ഥിക്കുകയാണ്. ഇത് തന്നെയാണ് കൺവെൻഷനിലൂടെ നിങ്ങളിപ്പോൾ ഷെക്കേന ചാനലിലൂടെ ഈ ശുശ്രൂഷ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ ദൈവം ഇതാണ് ചെയ്യുന്നത്. നിങ്ങളുടെ പ്രാർത്ഥന ദൈവം കേൾക്കും എന്ന് കർത്താവ് ഉറപ്പ് നൽകുകയാണ്. നിങ്ങൾ കരഞ്ഞ് പ്രാർത്ഥിച്ചാൽ ആ പ്രാർത്ഥന കേൾക്കും, അത് യാതൊരു സംശയമില്ല. അത് ഉറപ്പ് നൽകുകയാണ് ഈശോ. അത് തന്നെയാണ്, അതിന് മാതൃക കാണിക്കുകയാണ്. മരിച്ചവരെ ഉയർപ്പിക്കാൻ എന്ന് പറഞ്ഞാൽ മരണക്കിടക്കയിൽ കിടക്കുന്നവർക്ക് രക്ഷ പ്രാപിക്കുവാൻ ദൈവത്തോട് പ്രാർത്ഥിക്കുക. എത്ര വലിയ സന്ദേശമാണ് ഈ വചനങ്ങളിലൂടെ കർത്താവ് നമുക്ക് നൽകുന്നത്. അത്രമാത്രം കർത്താവ് നമ്മളെ സഹായിക്കും. അപ്പോൾ നമ്മുടെ ജീവിതത്തിലെ സാഹചര്യങ്ങളിൽ കർത്താവിനോട് പ്രാർത്ഥിക്കുക. ഇപ്പോൾ ഞാൻ നിങ്ങളെ ഒരു സാക്ഷ്യം കാണിക്കാം. അത് ദൈവം അവരുടെ പ്രാർത്ഥന കേട്ട് അപ്പോൾ തന്നെ അവർക്ക് ഉത്തരം നൽകുകയാണ്. കർത്താവ് എൻ്റെ ആ നൽകിയ അനുഗ്രഹം ഇപ്പം നമുക്ക് സാക്ഷ്യത്തിലൂടെ ശ്രമിക്കാം. നിങ്ങൾ ആ സാക്ഷ്യം ശ്രദ്ധിക്കുക. എൻ്റെ പേര് റിയോ, വീട് തൃശ്ശൂർ. മൈക്കിൽ കൂടെ ഉറക്കെ പറഞ്ഞു. പേര് റിയ, തൃശ്ശൂർ. മോന് പ്രസവിച്ച് 2 ആഴ്ച കഴിഞ്ഞപ്പോൾ ശരീരത്തിൽ ചുമപ്പ് നിറങ്ങൾ വരാൻ തുടങ്ങി. 8 മാസം പ്രായം മുതൽ ഭയങ്കര ചൊറിച്ച അനുഭവപ്പെട്ട് തല മുതൽ കാല് വരെ എല്ലാ ഭാഗത്തുനിന്നും തൊലി അടർന്നു പോവാൻ തുടങ്ങി. ശരീരം മുഴുവനും ചൊറിച്ചിൽ വന്ന് തല മുതൽ കാല് വരെ ശരീരം മുഴുവനും തൊലി അടർന്ന് പോകാൻ തുടങ്ങി. പല ട്രീറ്റ്മെൻറ്റും നടത്തി. ഇപ്പോൾ ഡോക്ടർമാർ പറഞ്ഞു വിശപ്പ് ഗ്രന്ഥി ഇല്ല, അതുകൊണ്ട് ഈ അസുഖം ഒരിക്കലും മാറില്ല എന്ന് പറഞ്ഞു. ഈ അസുഖം ഒരിക്കലും മാറാൻ പോണില്ല, കാരണം ബേസിക് ആയിട്ട് കുറവുണ്ടെന്ന് പറഞ്ഞു ഡോക്ടർമാർ. ജനിക്കുമ്പോൾ തന്നെ ഉണ്ടാവേണ്ടതാണ് വിശപ്പ് ഗ്രന്ഥി. അതില്ലാത്തത് കൊണ്ട് ശരീരത്തിൽ ചൂട് പുറന്തള്ളാൻ കഴിയാത്തത് കൊണ്ടാണ് ഈ അസുഖം വരുന്നത്. അതുകൊണ്ട് അസുഖം മാറില്ല എന്ന് പറഞ്ഞു. ഞങ്ങൾ ഇവിടെ വന്ന് പ്രാർത്ഥിച്ചപ്പോൾ സാംസനച്ചൻ പറഞ്ഞു, 3 മാസം കഴിഞ്ഞാൽ നീ സാക്ഷ്യം പറയാനായിട്ട് ഇവിടേക്ക് വരുമെന്ന് പറഞ്ഞു. സാംസൺ ഇവിടെ വന്ന് പ്രാർത്ഥിച്ചപ്പോൾ സാംസൺ പറഞ്ഞു, ഒന്നുകൊണ്ടും പേടിക്കണ്ട, 3 മാസത്തിനുള്ളിൽ സാക്ഷ്യം പറയാൻ ഇവിടെ വന്നിരിക്കുന്നു പറഞ്ഞു. കഴിഞ്ഞ ഡിസംബറിലാണ് ഞാൻ ഇവിടെ വന്ന് ആദ്യമായി പ്രാർത്ഥിച്ചത്. ജനുവരിയിൽ ഞാൻ ഇവിടെ വന്ന് പ്രാർത്ഥിച്ച് പോയി. ഇപ്പോൾ തന്നെ മോൻ്റെ തൊലി പോകേണ്ടത് കുറഞ്ഞു. ഇപ്പോൾ ഈ കുട്ടിയുടെ ആദ്യത്തെ സ്ഥിതി എങ്ങനെയാണെന്ന് അറിയാം. എങ്ങനെയായിരുന്നു ആദ്യത്തെ സ്ഥിതി? ഇപ്പോൾ നോക്കി, ഇപ്പോൾ കുട്ടിയുടെ മുഖം കാണിച്ചു തരാം. ഇപ്പോൾ കുട്ടിയുടെ മുഖം എങ്ങനെയാണ്? ഇതായിരുന്നു കുട്ടിയുടെ ആദ്യ സ്ഥിതി. ഇനി കുട്ടിയുടെ മുഖം കാണിക്കുക. ഇതായിരുന്നു കുട്ടിയുടെ ശരീരം മുഴുവനും ഇതുപോലെയായിരുന്നു. അത് മാറി ഇപ്പം എങ്ങനെയായി കാണിച്ചേ? ഇതാ കുട്ടിയുടെ അവസ്ഥ നല്ല വ്യത്യാസം വന്ന് ഒരു കേടുമില്ലാത്ത അവസ്ഥയായി. ഇതാ നോക്കിയേ, ഒരു കേടുമില്ല. ആരെയും ആ ചെറിയ കുട്ടിയാണെങ്കിൽ അതിനൊരു ബോധം കണ്ടോ, ഷർട്ട് കൂടി കാണിക്കാനായിട്ട്
ഹല്ലേലൂയ. ഞാൻ വിചാരിച്ചു അവരിങ്ങനെ ഷർട്ട് പറയുന്ന സമയത്ത് ചൊറിയാന്ന് ഞാൻ വിചാരിച്ചത്. പക്ഷെ അവൻ പറഞ്ഞ് ഷർട്ട് ഊരി കാണിക്കാമെന്ന് പറഞ്ഞ് അവൻ തന്നെ. അപ്പോൾ ആരോ സംശയവാദികൾ ഇവിടെ ഇരിപ്പുണ്ട്. അതുകൊണ്ട് അവൻ പറഞ്ഞ് എൻ്റെ ഷർട്ട് ഊരി കാണിക്കാമെന്ന് പറഞ്ഞിട്ട് അവൻ നല്ല ധൈര്യമായിട്ട് കണ്ടോ. കർത്താവ് അനുഗ്രഹിച്ചുണ്ടോ. ദൈവം ആദ്യത്തെ സ്ഥിതി കാണിച്ച്. ആദ്യത്തെ സ്ഥിതി ഭയങ്കര ബുദ്ധിമുട്ടല്ലേ. ആദ്യത്തെ സ്ഥിതി ഇതേ മാതിരി 3 മാസം ഡിസംബറിൽ വരുമ്പോൾ ഇതായിരുന്നു കുട്ടിയുടെ സ്ഥിതി. ഇതായിരുന്നു ഡിസംബറിൽ വരെ ശരീരം മുഴുവനും ഇതായിരുന്നു സ്ഥിതി. അപ്പോഴാണ് സാംസൺ ഒറ്റ പറച്ചിൽ. സാംസൺ 3 മാസം കഴിയുമ്പോൾ നിങ്ങൾ ആൾക്കാരെ വന്ന് സാക്ഷ്യം പറയുമെന്ന് പറഞ്ഞു. ജനുവരി കഴിഞ്ഞു, ഫെബ്രുവരി കഴിഞ്ഞു, മാർച്ച് കഴിഞ്ഞു, ഏപ്രിൽ മാസം ഇതാ വന്ന് നിൽക്കണം. അതാണ് കുട്ടി പറയണത്. ഷർട്ട് വരി കാണിക്കാമോ എന്ന് പറഞ്ഞത്. ഇതാണ്ടോ പുറത്ത് ഒരു കേടുമില്ല, പുറത്തും കേടില്ല, ഇവിടെയും കേടില്ല, ഒരു കേടില്ല. കുട്ടി സന്തോഷമായിട്ട് ഹല്ലേലൂയ. കുട്ടിയുടെ മുഖമാണ് കാണുന്നത്. വലിയ അത്ഭുതം. നമുക്ക് ദൈവത്തിന് മഹത്വം കൊടുക്കണ്ടേ? 2 കരങ്ങൾ ഉയർത്തി പോരാ. എന്താ കൈ ഉയർത്തി കൈയടിച്ച് ഹല്ലേലൂയ. ഹല്ലേലൂയ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, കണ്ടോ, ദൈവസന്നിധിയിൽ വന്ന് പ്രാർത്ഥിക്കുന്ന ദൈവമക്കളെ കർത്താവ് ചേർത്ത് പിടിക്കും. അതെന്ത് സാഹചര്യങ്ങളാണെങ്കിലും. ഈ ഒരു ദൂതാണ് എനിക്ക് ഈ കൺവെൻഷനിലൂടെ നിങ്ങൾക്ക് ഇനി ഇന്ന് നാളെയൊക്കെ ആയിട്ട് തരുന്ന സമയങ്ങളിൽ കർത്താവിൻ്റെ സന്നിധിയിൽ പ്രാർത്ഥിച്ചാൽ ദൈവം സഹായിക്കും. അങ്ങനെ നമ്മളെ വേദനിപ്പിക്കുന്ന ഒരു ദൈവമല്ല എന്ന് എനിക്ക് നിങ്ങൾക്ക് ബോധ്യപ്പെടും. ഇന്നും ഇന്നലെയും ഇന്ന് രാവിലത്തെ കൺവെൻഷനെല്ലാം എൻ്റെ ഉള്ളിലുള്ള കർത്താവ് പരിശുദ്ധാത്മാവ് തരുന്ന ഒരു പ്രേരണ ഇതാണ്: ദൈവജനത്തിന് സഹായിക്കുവാൻ തയ്യാറുള്ള ഒരു ദൈവമുണ്ട്. ഹല്ലേലൂയ. ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ ആരാധന. ഇപ്പോൾ നമ്മളൊന്ന് ഒരു ജനതകളാക്കി എല്ലാ ജനതകളും അത് അറിയണം, ഉണർന്ന് പ്രാർത്ഥിക്കണം. ഇപ്പം നമ്മൾ ഒരുമിച്ച് ഇപ്പോൾ കൂടെ കൈയടിച്ച് ഇപ്പോൾ ഈ ഗാന ശുശ്രൂഷകൻ്റെ കൂടെ നിങ്ങൾ ആ കേൾക്കുമ്പോൾ അനുസരിച്ച് കൈയടിച്ച് എഴുന്നേറ്റ് നിന്ന ഈ സമയം ഒന്ന് എഴുന്നേറ്റ് നിൽക്കുക. അപ്പോൾ എന്നിട്ട് ഈ പാട്ട് ഇതൊക്കെ കേൾക്കുമ്പോൾ തന്നെ പാടുമ്പോൾ തന്നെ നിങ്ങളും കൂടെ അറിയാവുന്ന പാട്ടാണെങ്കിൽ പെട്ടെന്ന് നന്നായി പാടിക്കോളാം. ഇല്ലെങ്കിൽ ആ കേൾക്കുന്ന പോലെ കൈയടിച്ചൊക്കെ മാക്സിമം പ്രാർത്ഥിക്കുക. ജനതകളകിലം ഉണരട്ടെ, യേശുവിനായി അണിചേരട്ടെ, ക്രിസ്തുവിൻ സഭയുടെ യുപ്പായി മാറാൻ ആത്മാവിനാലുറ കൂട്ടണമേ. ജനതകളകിലം ഉണരട്ടെ, യേശുവിനായി അണിചേരട്ടെ, ക്രിസ്തുവിൻ സഭയുടെ യുപ്പായി മാറാൻ ആത്മാവിനാലുറ കൂട്ടണമേ. ആത്മാവേ അഗ്നിറക്കണമേ, വചനത്തിൽ തീക്കനലാ വീണ്ടും ജ്വലിപ്പിക്കണമേ. പുതിയ അഭിഷേകം പകരട്ടെ. ആത്മാവേ അഗ്നിറക്കണമേ, വചനത്തിൽ തീക്കനലാ വീണ്ടും ജ്വലിപ്പിക്കണേ. നല്ല സ്വാതന്ത്ര്യത്തോടെ തുള്ളിച്ചാടി ആരാധിക്കണം. വചനത്തിന് തീക്കനൽ, അഭിഷേകം, പരിശുദ്ധാത്മാവിന്റെ ഒരു പകർച്ച. ആത്മാവ് ഇപ്പോൾ ഈ ചാനലിലൂടെ കണ്ട് പ്രാർത്ഥിക്കുന്ന ഓരോ ദൈവമക്കളെയും, ഇപ്പോൾ മെസ്സേജുകൾ അയക്കുന്ന ഓരോ ദൈവമക്കളെയും പ്രാർത്ഥനാ നിയമങ്ങളിലേക്ക് ആത്മാവിന്റെ പകർച്ച ഇപ്പോൾ വ്യാപരിക്കട്ടെ. ആദിമസഭയിൽ നിറഞ്ഞതുപോ ഇന്നീ സഭയിൽ നിറയണമേ. ശിലാഹൃദയങ്ങൾ നീക്കണമേ, മാംസള ഹൃദയങ്ങൾ മാംസമാകട്ടെ. ആദിമസഭയിൽ നിറഞ്ഞതുപോ ഇന്നീ സഭയിൽ നിറയണമേ. ശിലാഹൃദയങ്ങൾ നീക്ക
അഭയങ്ങൾ കരമുയർത്തിയടിച്ച് ആത്മാവേ അഗ്നി അഗ്നി ഇറക്കണമേ ശക്തി. വചനത്തി തീ കനലാ വീണ്ടും ജ്വലിപ്പിക്കണേ ആത്മാവേ ശക്തി. അഗ്നി ഇറക്കണമേ Power. വചനത്തി തീ കനലാ വീണ്ടും ജ്വലിപ്പിക്കണേ. വലിയ സന്തോഷം വേണം, നല്ല തുള്ളിച്ചാടി ആരാധിക്കണം. നമ്മൾ കുടുംബം ഒന്നിച്ച് പ്രാർത്ഥിക്കുകയാണ്. ഓരോ കുടുംബങ്ങളെ ഞാൻ മുമ്പിൽ കണ്ട് പ്രാർത്ഥിക്കാം, ലക്ഷങ്ങളിലെ കണ്ട് പ്രാർത്ഥിക്കുകയാണ്. അവരെല്ലാം ഇപ്പോൾ ഏത് ദേശത്താണോ അവിടെ കർത്താവിന് ഒരു അഭിഷേകം ഇപ്പോൾ വ്യാപരിക്കുന്നുണ്ട്. ഈശോ പറയുന്നു, ഞാൻ എല്ലാവരെയും കാണുന്നു, എല്ലാവരും അനുഗ്രഹിക്കും. പ്രാർത്ഥിക്കുക. ഏലീശായിൽ പകർന്നതുപോ ദാനിയേലിൽ നിറഞ്ഞതുപോ ലോക ജനതകളിൽ നിറയാൻ നിന്നാത്മാവിനെ ചേർന്ന് പാടാം. പകരണമേ. ഏലീശായിൽ പകർന്നതുപോ ദാനിയേലിൽ നിറഞ്ഞതുപോ ലോക ജനതകളിൽ നിറയാൻ നിന്നാത്മാവിനെ കരമുയർത്തിയടിച്ച് ആത്മാവേ അഭിഷേകം അഗ്നി ഇറക്കണമേ വചനത്തി തീ കനലാ വീണ്ടും തുള്ളിച്ചാടി ആരാധിക്കുക. ആത്മാവേ അഗ്നി ഇറക്കണമേ വചനത്തി തീ കനലാ വീണ്ടും ജ്വലിപ്പിക്കണേ. വചനത്തിന് അഗ്നി ഇറങ്ങട്ടെ. വേഗത്തിൽ, വേഗത്തിൽ, വേഗത്തിൽ. അഗ്നി ഇറക്കണമേ വചനത്തി തീ കനലാ വീണ്ടും ജ്വലിപ്പിക്കണേ. കരമുയർത്തിയടിച്ച് ആവർത്തിച്ച് ആവർത്തിച്ച് അഭിഷേകം. അഗ്നി ഇറക്കണമേ Power. വചനത്തി തീ കനലാ വീണ്ടും രണ്ട് കരങ്ങളും ഉയർത്തി ഉച്ചത്തിൽ വിളിക്കുന്നു. ആത്മാവേ. ആത്മാവേ, ഉച്ചത്തിൽ വിളിക്കുക. അഭിഷേകം, ആത്മപകർച്ച, ആത്മാവിതാ വ്യാപരിക്കുന്നു. അഭിഷേകം, 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 അഭിഷേകം. ആത്മാവ് നിറയട്ടെ, 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 നിറയട്ടെ. രോഗികളിലേക്ക് നിറയട്ടെ, സങ്കടങ്ങളിലേക്ക് നിറയട്ടെ. ഇപ്പോൾ മനസ്സ് മരവിച്ച് ഭാരപ്പെട്ടിരിക്കുന്നവരുടെ ഹൃദയങ്ങളിലേക്ക് ആത്മാവിന്റെ അഭിഷേകം വ്യാപരിക്കട്ടെ. നിറയട്ടെ, 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 നിറയട്ടെ. പൈശാചിക പീഡകളാൽ ബന്ധിക്കപ്പെട്ടിരിക്കുന്ന ഈ സമയം, ഈ പ്രാർത്ഥനാ സമയത്ത് തന്നെ കുടുംബങ്ങൾ വിടുതൽ പ്രാപിക്കട്ടെ. ഞങ്ങളുടെ കുടുംബത്തിൽ തലമുറകളായി മന്ത്രവാദം, കൂടോത്രം, ക്ഷുദ്രപ്രയോഗം, ആഭിചാരം, അതല്ലെങ്കിൽ ഞങ്ങൾക്കെതിരെ ഇപ്പോൾ ഞങ്ങൾക്കെതിരെ ആരെങ്കിലും എവിടെയെങ്കിലും ഇരുന്ന് ഏതെങ്കിലും ഇതിലെ മന്ത്രവാദ ശക്തികൾ ഞങ്ങൾക്കെതിരെ ചെയ്യുന്നുണ്ടെങ്കിൽ ഇപ്പോൾ ആ കുടുംബത്തിൽ നിന്നും അന്ധകാര പീഡകൾ പരിശുദ്ധാത്മ ശക്തിയാൽ വിട്ടൊഴിയട്ടെ. ആത്മാവ് നിറയട്ടെ, നിറയട്ടെ, നിറയട്ടെ. നിറയട്ടെ, നിറയട്ടെ, നിറയട്ടെ. വചനം കേൾക്കുമ്പോൾ തന്നെ ദൈവിക ശക്തി ഇറങ്ങട്ടെ. വചനം കേൾക്കുമ്പോൾ തന്നെ ദൈവിക ശക്തി ഇറങ്ങട്ടെ. വചനത്തിൽ അത്ഭുത ശക്തി ഇറങ്ങട്ടെ. അത്ഭുതം വിടുതൽ സംഭവിക്കട്ടെ. കരങ്ങളടിച്ച് ആത്മാവേ അഗ്നി ഇറക്കണമേ വചനത്തി തീ കനലാ വീണ്ടും കണ്ണുകളടച്ച് വീണ്ടും പാടുന്നു. ആത്മാവേ, ആത്മാവേ അഗ്നി ഇറക്കണമേ വചനത്തി തീ കനലാ വീണ്ടും ജ്വലിപ്പിക്കണേ. സ്വാഗതത്തോടെ സ്വാഗതത്തോടെ പ്രാർത്ഥിക്കുന്നു. അഗ്നി ഇറക്കണമേ വചനത്തി തീ കനലാ വീണ്ടും ജ്വലിപ്പിക്കണേ. പ്രാർത്ഥിക്കുന്നു. ഇപ്പോൾ സ്പർശിക്കണേ കർത്താവേ, ഇപ്പോൾ സ്പർശിക്കണേ കർത്താവേ. ഈ സമയം തന്നെ കുടുംബങ്ങളിലേക്ക് ദൈവിക ശക്തി ഇറങ്ങട്ടെ. ആത്മാവേ അഗ്നി ഇറക്കണമേ വചനത്തി തീ കനലാ വീണ്ടും ജ്വലിപ്പിക്കണേ. ശക്തി
ഇറങ്ങട്ടെ, ശക്തി ഇറങ്ങട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ആരാധന, 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 ആരാധന. കാര്യങ്ങൾ ഉയർത്തി ചങ്കുപൊട്ടി ഉച്ചത്തിൽ വിളിക്കുന്നു, ആത്മാവേ, പരിശുദ്ധാത്മാവേ, mighty anointing, പരിശുദ്ധാത്മാവേ, power anointing, ഹല്ലേലൂയ, വിടുതലിന്റെ anointing, ശക്തിയുടെ അഭിഷേകം, രോഗസൗഖ്യത്തിന്റെ അഭിഷേകം, ബന്ധനം അഴിക്കുന്ന അഭിഷേകം, കെട്ടഴിക്കുന്ന അഭിഷേകം, തിന്മയെ വിട്ടൊഴിയുന്ന അഭിഷേകം, പാപത്തിൽ നിന്ന് വിടുതൽ നൽകുന്ന അഭിഷേകം, മാനസാന്തരത്തിന്റെ അഭിഷേകം, കണ്ണുനീരിന്റെ അഭിഷേകം, പൊട്ടിക്കറിഞ്ഞ് പ്രാർത്ഥിക്കുന്ന അഭിഷേകം ഇപ്പോൾ ആത്മാവ് നൽകുന്നു. ഇതാ ദൈവിക ശക്തി വ്യാപരിക്കുന്നു. ആത്മാവേ, Power, അഗ്നിയിറക്കണമേ, anointing, വചനത്തിൻ തീക്കനല Fire. വീണ്ടും ജ്വലിപ്പിക്കണേ. കണ്ണുകളടച്ച് ആത്മാവേ, അഗ്നിയിറക്കണമേ, വചനത്തിൻ തീക്കനല വീണ്ടും ജ്വലിപ്പിക്കണേ. അനേകരുടെ കണ്ണുനീര് പരിശുദ്ധാത്മാവ് ഏറ്റെടുത്തു. അനേകരെ ആത്മാവിൻ്റെ അഭിഷേകത്താൽ പൂരിതരാക്കി. ശക്തമായ ദൈവകൃപ ഓരോ കുടുംബങ്ങളിൽ വ്യാപരിക്കുന്നതായി വെളിപ്പെടുന്നുണ്ട്. കർത്താവിൻ പരിശുദ്ധാത്മാവ് പ്രത്യേകം വെളിപ്പെടുത്തുന്നുണ്ട്. നിങ്ങൾ എഴുതുന്ന പ്രാർത്ഥനാ നിയോഗങ്ങളെല്ലാം ഈശോയ്ക്കറിയാം. കാലവിളംബം വരുത്താതെ ആ പ്രാർത്ഥനക്കെല്ലാം ഈശോ ഉത്തരം നൽകും. കാലവിളംബം വരില്ല. അനേകർ നിങ്ങളെ പരിഹസിക്കും, എന്തിന് പ്രാർത്ഥിക്കുന്നൊക്കെ ചോദിച്ച്. പക്ഷേ കർത്താവിൻ്റെ ആത്മാവ് പറയുന്നു, നീ പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥനയ്ക്ക് കാലവിളംബമില്ല. ഇതാ ഇപ്പോൾ ഈ സമയം കർത്താവ് റെഡിയാണ്. നിന്റെ ഹൃദയത്തെ സജ്ജമാക്കുക, ജീവിതത്തെ ക്രമീകരിക്കുക. ഈശോ അഭിഷേകം ചെയ്യും. നമ്മുടെ എല്ലാ പ്രാർത്ഥന നിയോഗങ്ങളും ഈശോയുടെ കരങ്ങളിലേക്ക് സമർപ്പിക്കുന്നതോടൊപ്പം പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥം തേടാം. അമ്മ നമുക്ക് ഓരോരുത്തർക്കും വേണ്ടി തിരുക്കുമാരനോട് മാധ്യസ്ഥ യാചിക്കട്ടെ. അവിടുത്തെ ആ സാന്നിധ്യം നിങ്ങളിൽ, നിങ്ങളുടെ കുടുംബങ്ങളിലെല്ലാം നിറയട്ടെ. ഈശോയെ ഞങ്ങൾ അനുഗ്രഹിക്കണമേ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. 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 ഹല്ലേലൂയ. 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 പ്രിയപ്പെട്ട സഹോദരങ്ങളെ, കർത്താവിൻ്റെ വലിയ അഭിഷേകം ഈ സമയം നിങ്ങൾ മനസ്സിലാക്കി കഴിഞ്ഞു. ഇവിടെ ഇന്ന് നമ്മൾ കേട്ട ഓരോ സാക്ഷ്യങ്ങളൊക്കെ കേൾക്കുമ്പോൾ നമുക്ക് വിശ്വാസം വർദ്ധിക്കണം, എന്നിട്ട് വീണ്ടും പ്രാർത്ഥിക്കണം. ഇന്ന് ഞാൻ നിങ്ങളോട് ഇന്ന് പങ്കുവെക്കാൻ ഉദ്ദേശിക്കുന്ന വചനം വിഷയപ്രകാരമാണ്. ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കുമ്പോൾ അപ്പോൾ തന്നെ കർത്താവ് ഉത്തരം നൽകും. അപ്പോൾ തന്നെ, അതിന് പിന്നെ പ്രാർത്ഥനയ്ക്ക് കാലവിളംബമില്ല എന്നതിനെക്കുറിച്ചാണ്. അതിനെക്കുറിച്ച് കർത്താവിൻ്റെ സന്നിധിയിൽ നിന്ന് പ്രാർത്ഥിക്കുമ്പോൾ ഈശോ ഒരു വചനഭാഗം എനിക്ക് വെളിപ്പെടുത്തി തന്നു. എസെക്കിയേൽ രാജാവിനെ കുറിച്ചാണ്. യെശയ്യാ പ്രവാചന പുസ്തകം 38-ാം അധ്യായം, അതിൽ 1 മുതലുള്ള തിരുലിഖിതങ്ങളാണ് നമ്മൾ കാണുക. യെശയ്യാ പ്രവാചന പുസ്തകം 38-ാം അധ്യായം 1 മുതലുള്ള തിരുലിഖിതങ്ങൾ. അവിടെ വചനം വായിക്കുമ്പോൾ നമ്മൾ കാണും, ആ ദിവസങ്ങളിൽ ഹെസക്കിയ രാജാവ് രോഗിയാവുകയും മരണത്തോടടുക്കുകയും ചെയ്തു. ഹെസക്കിയ എന്ന രാജാവ് ഹെസക്കിയ രോഗിയാവുകയും മരണത്തോടടുക്കുകയും ചെയ്തു. ആമോസിൻ്റെ പുത്രനായ യെശയ്യാ പ്രവാചകൻ അവനെ സമീപിച്ച് പറഞ്ഞു, കർത്താവ് അരുൾ ചെയ്യുന്നു, നിന്റെ ഭവനം ക്രമപ്പെടുത്തുക, എന്നാൽ നീ മരിക്കും, സുഖം പ്രാപിക്കുകയില്ല. നോക്ക്, ഹെസക്കിയ മരണവേദനയോടെ കിടന്ന് പിടയുമ്പോൾ കർത്താവിൻ്റെ പ്രവാചകനായ യെശയ്യാ അവൻ്റെ മുഖത്ത് നോക്കി പറയാണ്,
നീ വേഗം വീട് പെയിൻ്റ് അടിക്കുകയോ അല്ലെങ്കിൽ എല്ലാം ക്ലീൻ ചെയ്ത് റെഡിയാക്കി വെച്ചോ, ഇതാ നീ മരിക്കാൻ പോകണു. നിങ്ങളൊന്ന് ചിന്തിച്ച് നോക്കിക്കേ. ഇപ്പോൾ നിങ്ങളുടെ അടുക്കലേക്ക് ആരെങ്കിലും അല്ലെങ്കിൽ ഒരു ദൈവദൂതൻ വന്നിട്ട് പറയാണ്, ഇന്ന് 8:30 ആകുമ്പോൾ ഈ ശുശ്രൂഷ കഴിയുമ്പോൾ നിങ്ങൾ മരിക്കും എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ സ്ഥിതി എന്തായിരിക്കും? ഈ ശുശ്രൂഷ കഴിയാൻ നിങ്ങൾ ഉണ്ടാവുകയല്ല, ഇപ്പം തന്നെ മരിക്കും. ഹല്ലേലൂയാ. എന്നാൽ ഹെസക്കിയായോട് പറയാണ്, നീ മരിക്കും, അതുകൊണ്ട് വേഗം. എന്നിട്ട് എന്ത് ചെയ്തു? പ്രവാചകൻ ഇറങ്ങി വിട്ടുപോയി. അപ്പോൾ ഹെസക്കിയ എന്ത് ചെയ്തു? അയ്യോ ഞാൻ മരിക്കും എന്ന് പറഞ്ഞ് കരഞ്ഞ് അയ്യോ അയ്യോ എന്ന് പറഞ്ഞ് കാറ് കൂടി തന്നിൽ തന്നെ ഒതുങ്ങുകയല്ല ചെയ്തത്. അപ്പോൾ ചെന്നറിയാവോ, ഹെസക്കിയ പെട്ടെന്ന് തന്നെ തിരിഞ്ഞു ഭിത്തി, അവൻ കിടക്കുന്ന ഭിത്തിയുടെ അടുത്തേക്ക് അങ്ങ് തിരിഞ്ഞ് കിടന്നു. ഇതെന്താണെന്നറിയാവോ? ഇങ്ങനെ പറയും, ഹെസക്കിയ ചുവരിൻ്റെ നേരെ തിരിഞ്ഞ് കർത്താവിനോട് പ്രാർത്ഥിച്ചു, കർത്താവെ, ഞാൻ വിശ്വസ്തയോടും പൂർണ്ണ ഹൃദയത്തോടും കൂടെ അങ്ങയുടെ മുമ്പായി വ്യാപരിച്ചുവെന്നും അങ്ങയ്ക്ക് പ്രീതികരമായത് എപ്പോഴും അനുവർത്തിച്ചുവെന്നും അങ്ങ് ഇപ്പോൾ അനുസ്മരിക്കണമേ. അനന്തരം ഹെസക്കിയ വേദനയോടെ കരഞ്ഞു. അപ്പോൾ ഹെസക്കിയ പറയാം, ഞാൻ വിശ്വസ്തയോടെ ജീവിച്ചു, കർത്താവ് എനിക്ക് ആയുസ് വേണം. വേദനയോടെ കരഞ്ഞു. ഇപ്പോൾ മനസ്സും അടുത്തിരിക്കുന്നവർ പറയാണ്, ഞാനൊന്നും ചെയ്തിട്ടില്ല, ഞാൻ കർത്താവ് നീതിയാണ് പ്രവർത്തിക്കുന്നത്. അവർക്കാണ് ഈ ദൂത്. അവിടെ നിന്നുകൊണ്ട് ഹെസക്കിയ ചുവരിനോട് ചേർന്നിട്ട് പറഞ്ഞു, ഞാൻ വിശ്വസ്തയോടെ ജീവിച്ചു, ഞാൻ എന്ത് തെറ്റാ ചെയ്തത് എന്ന് പറഞ്ഞ് അവൻ കരഞ്ഞു. അപ്പോൾ തന്നെ ദൈവം എന്ത് ചെയ്തു? നടന്നു പോകുന്ന യേശയ്യാ പ്രവാചകനെ തട്ടി വിളിച്ചിട്ട് പറഞ്ഞു, നിനക്ക് പോകാൻ വരട്ടെ, തിരിച്ചു ചെല്ല്. കർത്താവിന് അരുളപ്പാട് യേശയ്യായ്ക്ക് വീണ്ടും ഉണ്ടായി, നീ ചെന്ന് ഹെസക്കിയോട് പറയുക, നിന്റെ പിതാവായ ദാവീദിൻ്റെ ദൈവമായ കർത്താവ് അരുൾ ചെയ്യുന്നു, നിന്റെ പ്രാർത്ഥന ഞാൻ ശ്രവിച്ചിരിക്കുന്നു, നിന്റെ കണ്ണുനീർ ഞാൻ ദർശിച്ചു, ഇതാ നിന്റെ ആയുസ് 15 വർഷം കൂടി ഞാൻ ദീർഘിപ്പിക്കും. ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ ആരാധന. നീ മരിക്കും എന്ന്, അത് മരിക്കുമെന്ന് പറഞ്ഞു തത്സമയം അവൻ്റെ പ്രാർത്ഥന ഒറ്റ നിമിഷം പ്രാർത്ഥിച്ചതേ ഉള്ളൂ. അങ്ങേക്കറിയാം എൻ്റെ കാര്യം, ഞാൻ വിശ്വസ്തനാണ്, അങ്ങനെയെങ്കിൽ എന്നെ സൗഖ്യപ്പെടുത്തണമേ കർത്താവേ എന്ന് വിശ്വസിച്ച് പ്രാർത്ഥിച്ച സമയത്ത് നടന്നുപോയ യേശയ്യാ പ്രവാചകനെ വീണ്ടും വിളിക്കുകയാണ്, നീ തിരിച്ചു ചെല്ല്, സംസാരിക്ക്. തിരിച്ചു ചെന്നു പറയാണ്, ഹെസക്കിയ നീ ഭയപ്പെടേണ്ട, നീ കുടുംബം ക്രമീകരിക്കേണ്ട, നിനക്ക് ആയുസ് ഞാൻ നീട്ടിത്തരാൻ പോവുകയാണ്. ഇതാ വീണ്ടും 15 വർഷം കൂടി നിന്റെ ആയുസ് ഞാൻ നീട്ടി തന്നിരിക്കുന്നു. പറഞ്ഞേ ഹല്ലേലൂയാ. സ്വരമുയർത്തി ഹല്ലേലൂയാ. യേശുവേ നന്ദി. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥനയ്ക്ക് ഉത്തരമുണ്ട്. ഞാൻ മറ്റൊരു സംഭവം നിങ്ങളോട് ഓർക്കുകയാണ്. ഈ സമയം ഈ വചനം പറയുമ്പോൾ, ഇന്ന് കർത്താവിന്റെ സന്നിധി പ്രാർത്ഥിച്ചപ്പോൾ എനിക്ക് ആദ്യം ഈ ഒരു സംഭവമാണ് എനിക്ക് വെളിപ്പെടുത്തി തന്നത്. ലോക്ക്ഡൗണിന് മുമ്പ് സിഗിയോൻ ധ്യാന കേന്ദ്രത്തിൽ എല്ലാ ആഴ്ചയും താമസിച്ചുള്ള ധ്യാനം അൽമായർക്കുണ്ട്. ആ ധ്യാനം നയിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് അവിടെ ആ ധ്യാനത്തിൻ്റെ ഒരു ദിവസം കുമ്പസാര കഴിഞ്ഞ് വരുന്ന ബുധനാഴ്ച വൈകുന്നേരം, വ്യാഴാഴ്ച രാവിലെയോ കുറച്ച് സമയം ദൈവജനത്തിന് കിട്ടിയ അനുഭവങ്ങൾ, നേരത്തെ ഉള്ളതാകാം, വീട്ടിൽ നിന്ന് പ്രാർത്ഥിച്ചതാകാം, അല്ലെങ്കിൽ ദൈവം കൊടുത്ത അനുഗ്രഹങ്ങൾ സാക്ഷ്യപ്പെടുത്തുവാനായിട്ട് അനുവദിക്കും. അപ്പോൾ കുറച്ച് ഒരു 3-4 പേരുടെ സാക്ഷ്യങ്ങൾ ഒത്തിരി ഉണ്ടാകും, അത് കുറച്ച് പേരെ പറയിപ്പിക്കും. അപ്പോൾ ഒരു കുടുംബം ഒരു സാക്ഷ്യം പറഞ്ഞു, അന്ന് അച്ഛൻ്റെ കണ്ണിൽ നിന്നും കണ്ണീര് നിലച്ചില്ല. ആ സംഭവം ഇങ്ങനെയാണ്. അവിടെ ഒരു കുട്ടി, ഒരു 10-14 വയസ്സുണ്ടാവുമായിരിക്കും, 14 വയസ്സോ 10 വയസ്സും 10-12 വയസ്സുണ്ടാവും. ആ കുട്ടി ഈ അമ്മയും കൂടെ സാക്ഷ്യം പറയുകയാണ്. ആ സാക്ഷ്യം അവർ റെക്കോർഡ് ചെയ്ത്, അവർക്കത് താല്പര്യമില്ല എന്ന് പറഞ്ഞ് റെക്കോർഡ് ചെയ്തില്ല, സംപ്രേഷണം ചെയ്തിട്ടില്ല. പക്ഷെ ഇന്നും എൻ്റെ മനസ്സിൽ ഇത്രയും മാസങ്ങൾ കഴിഞ്ഞിട്ടും ആ സാക്ഷ്യം ഇങ്ങനെ ഇപ്പോഴും എൻ്റെ കൺമുമ്പിൽ അവർ പറയുന്നത് ഞാൻ കാണുന്നുണ്ട്. ആ സാക്ഷ്യം ഇങ്ങനെയാണ്: ആ കുട്ടി ഒരു പ്രത്യേക സാഹചര്യത്തിൽ അസുഖം വന്ന് ആശുപത്രി ചെന്ന് ചികിത്സിച്ചു. ചികിത്സകളുടെ എല്ലാ ടെസ്റ്റുകളും നടത്തി. അവസാന ടെസ്റ്റുകളെല്ലാം കൂടെ ഒരു വിധി കൽപ്പിച്ചു, ഈ കുട്ടിക്ക് ഇനി ആയുസില്ല, ഇനി വൈദ്യശാസ്ത്രത്തിൽ ഇനി ഈ കുട്ടിക്ക് ചികിത്സ എന്ന് പറയുന്ന സംഭവമില്ല. അതുകൊണ്ട് ഡോക്ടർമാർ കൈവിട്ടു. ആ കുട്ടികളെ കൊണ്ട് അവർ പോരുമ്പോൾ അവരോട് അവരുടെ മാതാപിതാക്കളെ ഡോക്ടർമാർ വിളിച്ചിട്ട് പറഞ്ഞു, ഏറിയാൽ ഒരു 15 ദിവസം, അത്രയും നീളില്ല, മാക്സിമം 15 ദിവസം മാത്രമേ ഈ കുട്ടിക്ക് ആയുസുള്ളൂ എന്ന്. അപ്പോൾ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ആ മാതാപിതാക്കൾ സകല സ്ഥലത്തേക്കും പ്രാർത്ഥന സഹായം ആവശ്യപ്പെട്ടു. എന്നിട്ട് അവർ രാത്രിയുടെ യാമങ്ങളിലും എല്ലാം ഇരുന്ന് ശംഖ് പൊട്ടി പ്രാർത്ഥിക്കുകയാണ്. ഈ കുട്ടിയാണെങ്കിൽ ചെറുപ്പം മുതലേ ഈശോയുടെ നല്ല ഭക്തനും, അവന് കണ്ണ് തുറന്നാൽ അപ്പോൾ തന്നെ
വട്ടായിലച്ചൻ്റെ യേശുനാമത്തിൻ്റെ ശക്തി എന്ന പുസ്തകം അവനിങ്ങനെ നോക്കി അവൻ കിടക്കുന്ന കട്ടിലിൽ മുഴുവൻ അത് നിരത്തി വെച്ചിരിക്കുകയാണ്. കട്ടിലിൽ മുഴുവൻ ആ കട്ടിലിൽ അതിലാണ് അവന് കിടന്നുറങ്ങണത്. അതിന് സൈഡിലെല്ലാം ഇങ്ങനെ വെച്ചിട്ടുണ്ട് അവൻ നോക്കി കാണാൻ വേണ്ടി. ആ കിടക്കുമ്പോൾ കാണാൻ വേണ്ടി യേശുവിനെ ഒരു ഈശോയുടെ രൂപം ഏറ്റവും ഫ്രണ്ടിൽ വെച്ചിരിക്കുക. അങ്ങനെ ഒരു ദിവസമായി 2 ദിവസമായി കൊച്ചു വീണ്ടും വീക്കാവുകയാണ്. അങ്ങനെ ആ വീക്കായി വരുന്നു. അങ്ങനെ ഒരു 10-12 ദിവസമായി. 15ാമത് ദിവസം ആകുമ്പോഴത്തേക്കും കുട്ടി ശരിക്കും ആ വീക്കായി. അപ്പോൾ ആ ഇടവകയിലുള്ള സിസ്റ്റേഴ്സും വൈദികരൊക്കെ വന്ന് പ്രാർത്ഥിച്ച് കടന്നുപോയി കുട്ടിയെ. അവസാനം എന്നിട്ട് ഈ ആളുകളെല്ലാം വീട്ടിൽ തിങ്ങി കൂടി നിൽക്കുക, കൊച്ചിൻ്റെ മരണം കാണാൻ വേണ്ടി നിൽക്കുക. പ്രിയപ്പെട്ട സഹോദരൻ, അവനിങ്ങനെ സ്തുതിച്ച് പ്രാർത്ഥിക്കുകയാണ്, കണ്ണുനീരോടെ കരഞ്ഞ് പ്രാർത്ഥിക്കുകയാണ്. ആ പ്രാർത്ഥന സമയത്ത് പെട്ടെന്ന് കുട്ടി കട്ടിലിൽ നിന്ന് ചാടി എഴുന്നേറ്റ് ആ മുറി കൂടെ കിടന്ന് ഓടാൻ തുടങ്ങി. അപ്പോൾ അവർ ഓട്ടം കഴിഞ്ഞ് അവനെ പിടിച്ച് നിർത്തി. എന്താ പറ്റിയെന്ന് ചോദിച്ചു. അപ്പോൾ എന്താ നിനക്കിങ്ങനെ സംഭവിച്ചത്? അപ്പോൾ അവൻ പറഞ്ഞു, എൻ്റെ ഈ രോഗക്കിടക്കയിൽ ഈശോ വന്ന് എന്നെ കൈക്ക് പിടിച്ച് എഴുന്നേൽപ്പിച്ചു എന്ന്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നോക്ക്, ഇതാ ആയുസ് ഇല്ല എന്ന് പറഞ്ഞ് നിൽക്കുന്ന സമയത്ത് ദൈവജനം കണ്ണുനീരോടെ പ്രാർത്ഥിച്ചു. അപ്പോൾ 15 ദിവസം ആയുസ് എന്ന് പറഞ്ഞു. ഇനി പിന്നീട് ഡോക്ടറെ അടുത്ത് ചെന്നപ്പോൾ അവർക്ക് പോലും ഇതെങ്ങനെ, എന്തുകൊണ്ട്, ആര്, എങ്ങനെ, എപ്പോൾ എന്ന് സംശയിച്ചവിടെ നിൽക്കുകയാണ്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഇതാണ് ദൈവത്തിൻ്റെ ശക്തി, ദൈവത്തിൻ്റെ കൃപ. ഇത് ദൈവജനം ഇന്നും മനസ്സിലാക്കുന്നില്ല. എത്രയോ വചനം കേട്ടു, എത്രയോ ശുശ്രൂഷയിൽ പങ്കുചേർത്തു. നിങ്ങളൊക്കെ ഇപ്പോൾ വചനം കേൾക്കുന്ന പ്രിയപ്പെട്ട സഹോദരങ്ങളെ, എത്ര പേരുടെ വചനങ്ങൾ നിങ്ങൾ കേൾക്കുന്നുണ്ട്, എത്രയോ ശുശ്രൂഷകൾ നിങ്ങൾ ചാനലിലൂടെ കാണുന്നുണ്ട്, യൂട്യൂബിലൂടെ കാണുന്നുണ്ട്. എന്നിട്ട് നിങ്ങൾക്ക് എത്രമാത്രം വിശ്വാസമുണ്ട്? എൻ്റെ ദൈവം പ്രാർത്ഥിക്കുമ്പോൾ തന്നെ ഉത്തരം നൽകുന്ന യേശു എനിക്കുണ്ട് എന്ന് വിശ്വാസത്തോടെ പ്രാർത്ഥിക്കാൻ എത്ര പേർക്ക് കഴിയും? കഴിയത്തില്ല. കാരണം എന്താ? നിങ്ങളുടെ കണ്ണുകളെ സാത്താൻ അന്ധമാക്കി കളഞ്ഞു. നിങ്ങളുടെ കണ്ണുകളെയും നിങ്ങളുടെ ചിന്തകളെയും സാത്താൻ ബന്ധിച്ചു കഴിഞ്ഞു. അവിടെയാണ് വിടുതൽ വേണ്ടത്. ഈ ദിവസങ്ങളിൽ ഞാൻ പ്രാർത്ഥിക്കുന്നത് ഇപ്രകാരമേ ഉള്ളൂ. ഈ വചനം കേട്ട് ഈ ദിവസങ്ങളിൽ 4 ദിവസത്തെ ശുശ്രൂഷ കൂടുമ്പോൾ പ്രിയപ്പെട്ട ദൈവ പൈതൽ, ഈശോയെ അവർക്ക് കർത്താവിനോട് പ്രാർത്ഥിക്കുവാൻ വേണ്ട അഭിഷേകം, അതിനുള്ള തുറവി അവർക്ക് കൊടുക്കണമേ എന്നാണ് ഞാൻ പ്രാർത്ഥിക്കുന്നത്. എവിടെയെങ്കിലും നിങ്ങൾ വചനം കേട്ടോട്ടെ. വചനം കേട്ട് നിങ്ങൾ ശക്തി പ്രാപിക്കുമ്പോൾ ദൈവം നിങ്ങൾക്ക് ഇതെല്ലാം ചെയ്തു തരുമെന്നുള്ള വിശ്വാസം നിങ്ങൾക്ക് വേണം. പറഞ്ഞേ ഹല്ലേലൂയ, യേശുവേ ആരാധന, യേശുവേ നന്ദി, യേശുവേ ആരാധന. സംഗീത പുസ്തകത്തിൽ അതിൽ സംഗീത പുസ്തകം 13-ാം അധ്യായത്തിൽ 3-ാമത്തെ തിരുലിഖിതം പറയുന്നത് ഇങ്ങനെയാണ്. സംഗീത പുസ്തകം 13-ാം അധ്യായം 3-ാമത്തെ തിരുലിഖിതം. എൻ്റെ ദൈവമായ കർത്താവേ, എന്നെ കടാക്ഷിച്ചുത്തരമരണമേ. ഞാൻ മരണനിധിയിൽ വഴുതി വീഴാതിരിക്കാൻ എൻ്റെ നയനങ്ങളെ പ്രകാശിപ്പിക്കണമേ. ഉണ്ടോ? ഇതാണ് നമ്മുടെ പ്രാർത്ഥന. എൻ്റെ ദൈവമായ കർത്താവേ, എന്നെ കടാക്ഷിച്ചുത്തരമരണമേ. രോഗം മാത്രമല്ല, ഏതെല്ലാം പീഡകളുണ്ടോ അവർ പ്രാർത്ഥിക്കണം, എൻ്റെ ദൈവമായ കർത്താവേ, എന്നെ കടാക്ഷിച്ചുത്തരമരണം. മരണത്തിലേക്ക് വീഴാൻ എന്നെ നീ അനുവദിക്കരുതേ. അങ്ങനെ പ്രാർത്ഥിച്ചാൽ ചുറ്റും 10,000 വീഴുമ്പോൾ നിന്റെ ദൈവം നിന്നെ സംരക്ഷിക്കും. പറഞ്ഞേ ഹല്ലേലൂയ, സ്വരമുയർത്തി ഹല്ലേലൂയ, യേശുവേ നന്ദി. വീണ്ടും സംഗീത പുസ്തകത്തിൽ 65-ാം അധ്യായം അതിൽ 2-3 തിരുലിഖിതങ്ങൾ. സംഗീത പുസ്തകം 65 അതിൽ 2-3 തിരുലിഖിതങ്ങൾ പറയുന്നത് എങ്ങനെയാണെന്ന് അറിയാവോ? പ്രാർത്ഥന ശ്രവിക്കുന്നവനെ മർത്യരെല്ലാം പാപഭാരവുമായി അങ്ങയുടെ സന്നിധിയിൽ വരുന്നു. അകൃത്യങ്ങൾക്ക് അടിമപ്പെടുമ്പോൾ അങ്ങ് ഞങ്ങളെ മോചിപ്പിക്കുന്നു. കണ്ടോ? പ്രാർത്ഥന ശ്രവിക്കുന്നവനെ മർത്യരെല്ലാം പാപഭാരവുമായി അങ്ങയുടെ സന്നിധിയിൽ വരുന്നു. അകൃത്യങ്ങൾക്ക് അടിമപ്പെടുമ്പോൾ അങ്ങ് ഞങ്ങളെ മോചിപ്പിക്കുന്നു. എന്ന് പറഞ്ഞാൽ മനുഷ്യൻ്റെ ജീവിതത്തിൽ ബലഹീനതകളും കുറവുകളും ഉണ്ട്. അതുകൊണ്ട് ആ ബലഹീനതയോട് കൂടെ നീ കർത്താവിനോട് അടുക്കലേക്ക് വരിക. പാപഭാരവുമായി വരട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. സങ്കീർത്തനം പറയാണ്, അവർ ഭാവഭാരവുമായി നിന്റെ സന്നിധിയിലേക്ക് വരട്ടെ. നീ പ്രാർത്ഥന ശ്രവിക്കണം, പ്രാർത്ഥന ശ്രവിക്കണം. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അങ്ങനെ കണ്ണുനീരോടെ പ്രാർത്ഥിക്കുമ്പോൾ ദൈവത്തിൻ്റെ ആ ശക്തി നിങ്ങൾക്ക് വെളിപ്പെട്ട് കിട്ടും. അതിന് യാതൊരു സംശയമില്ല. വീണ്ടും ദിനവൃത്താന്തം പുസ്തകത്തിൽ 1 ദിനവൃത്താന്തം അതിൽ ദിനവൃത്താന്തം 4-ാം അധ്യായത്തിൽ 10-ാമത്തെ വാക്യം. 1 ദിനവൃത്താന്തം 4:10
10-ാമത്തെ തിരുലിഖിതമാണ്. അതെന്താണെന്നറിയാമോ? അതിനകത്ത് ആ 10-ാമത്തെ തിരുലിഖിതം വായിക്കുന്നതിന് മുമ്പ് യാബസ് എന്ന് പറയുന്ന ഒരു വ്യക്തിയെക്കുറിച്ചാണ് അവിടെ പറയുക. യാബസ്, അവൻ ജനനം തന്നെ ദൈവകൃപയാലാണ് ജനിക്കുന്നത്. യാബസിൻ്റെ പ്രാർത്ഥനയാണ് പറയുക. യാബസ് അവൻ്റെ സഹോദരന്മാരെക്കാൾ ബഹുമാന്യനായിരുന്നു. ഞാൻ അവനെ വേദനയോടെ പ്രസവിച്ചു എന്ന് പറഞ്ഞവൻ്റെ അവൻ്റെ അമ്മ അവനെ യാബസ് എന്ന് വിളിച്ചു. മറ്റുള്ളവരെക്കാട്ടിലും അവൻ പ്രിയപ്പെട്ടവനാണ് ദൈവത്തിന്. അവനെ ഞാൻ വേദനയോടെ പ്രസവിച്ചതെന്ന് യാബസിൻ്റെ അമ്മ പറയുകയാണ്. പക്ഷേ യാബസിൻ്റെ ഒരു പ്രാർത്ഥനയുണ്ട്. ആ യാബസ് പ്രാർത്ഥിക്കുന്നത് ഇങ്ങനെയാണ്: അവൻ ഇസ്രായേലിൻ്റെ ദൈവത്തോട് പ്രാർത്ഥിച്ചു. 10-ാമത്തെ തിരുലിഖിതം എങ്ങനെയാണ്? അവൻ ഇസ്രായേലിൻ്റെ ദൈവത്തോട് പ്രാർത്ഥിച്ചു. ദൈവമേ, അങ്ങനെ അനുഗ്രഹിച്ച് എൻ്റെ അതിരുകൾ വിസ്തൃതമാക്കണമേ. അങ്ങയുടെ കരം എന്നോട് കൂടെ ആയിരിക്കുകയും വിപത്തുകളിൽ എന്നെ കാത്തുകൊള്ളുകയും ചെയ്യണമേ. അവൻ്റെ പ്രാർത്ഥന ദൈവം കേട്ടു. നമുക്ക് യാബസ് പ്രാർത്ഥിച്ചപ്പോൾ നമുക്ക് പ്രാർത്ഥിക്കാൻ കഴിയണം. ഇസ്രായേൽ ദൈവമായ കർത്താവേ എന്ന് നിങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ, എന്നെ സൃഷ്ടിച്ച് എനിക്ക് രൂപം നൽകി, എനിക്ക് ആരോഗ്യം നൽകി, എനിക്ക് ജീവിത പങ്കാളി നൽകി, എനിക്ക് കുടുംബം നൽകി, എനിക്ക് മക്കളെ നൽകി വളർത്തുന്ന എൻ്റെ ദൈവമേ, പ്രാർത്ഥിക്കണം. ഇസ്രായേൽ ദൈവത്തോട് പ്രാർത്ഥിച്ചു, ദൈവമേ എന്നെ അനുഗ്രഹിച്ച് എൻ്റെ അതിരുകൾ, എനിക്കിങ്ങനെ കുടുംബവും മക്കളും എല്ലാ സൗകര്യവും നൽകി ദൈവമേ എന്നെ അനുഗ്രഹിക്കണമേ. എൻ്റെ ആ അനുഗ്രഹം അവിടുന്ന് സ്റ്റോപ്പ് ചെയ്യരുത്. അത് വീണ്ടും 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 വിസ്തൃതമാക്കണം, വീണ്ടും വീണ്ടും വിസ്തൃതമാക്കണം. അപ്പോൾ നിങ്ങളിപ്പോൾ ഒരു ബിസിനസ് സ്ഥാപനം ഉണ്ടെങ്കിൽ പ്രാർത്ഥിക്കും, കർത്താവേ അങ്ങ് അനുഗ്രഹിച്ച് എനിക്ക് നൽകിയതാണ്, കറ കൂടാതെ ദൈവവചനം അനുസരിച്ച് ഞാൻ ഇതിനെ കൊണ്ടുപോയിക്കോളാം. അതിനെ വിസ്തൃതമാക്കണമേ, അതിനെ വ്യാപിപ്പിക്കണമേ. കൃഷിസ്ഥലമാണെങ്കിൽ പ്രാർത്ഥിക്കണം. ഒരു കീടങ്ങളോ ഒരു ഭൂതങ്ങളോ അതിനുമേൽ ആധിപത്യം ഉറപ്പിക്കുകയല്ല, പ്രാർത്ഥിക്കണം. കർത്താവ് പ്രാർത്ഥന കേൾക്കും. അതിനെ വിസ്തൃതമാക്കണമേ. അങ്ങയുടെ കരം എന്നോട് കൂടെ ആയിരിക്കുകയും. കർത്താവിനോട് പറയണം, എൻ്റെ ബിസിനസ് സ്ഥാപനത്തിന് മേൽ അങ്ങയുടെ കരമുണ്ടാകണം. എൻ്റെ ജോലി പോകുമെന്ന് ഭയപ്പെട്ടിരിക്കുന്നവർ കർത്താവിൻ്റെ കരങ്ങളിലേക്ക് ജോലി കൊടുക്ക്. ഈ ജോലി എനിക്ക് ഇത്ര പോരാ, വീണ്ടും വീണ്ടും വിസ്തൃതമാക്കണം. അതുപോലെ കൃഷി സ്ഥലമാണെങ്കിൽ പ്രാർത്ഥിക്കണം. മത്സ്യബന്ധനം നടത്തുന്നവർ, കർത്താവേ എനിക്ക് ആ കടലിലേക്ക് ഇറങ്ങുമ്പോൾ അതിൻ്റെ അതിരുകൾ എനിക്കുണ്ടാകാൻ പാടില്ല, പോട്ടെ മുമ്പോട്ട്. അവിടെ കർത്താവ് നിങ്ങൾക്ക് ചിന്തിക്കാൻ പറ്റാത്ത വിധത്തിൽ രഹസ്യനിധികൾ കർത്താവ് നിങ്ങൾക്ക് വേണ്ടി സൂക്ഷിച്ചിട്ടുണ്ട്. പറഞ്ഞേ ഹല്ലേലൂയാ, ഹല്ലേലൂയാ. അതുകൊണ്ട് യാബസ് പ്രാർത്ഥിച്ചത്, കർത്താവ് എൻ്റെ പ്രാർത്ഥന കേൾക്കണമേ, എൻ്റെ അതിരുകൾ വിസ്തൃതമാക്കണമേ. എൻ്റെ വീണ്ടും പറയാണ്, അങ്ങയുടെ കരം എൻ്റെ കൂടെ ഉണ്ടായിരിക്കണമേ, വിപത്തുകളിൽ എന്നെ കാത്തുകൊള്ളണമേ. അവൻ്റെ പ്രാർത്ഥന ദൈവം കേട്ടു. വിപത്തുകളിൽ എന്നെ കാത്തുകൊള്ളണമേ, എന്നെ കാക്കുകയും ചെയ്യണമേ. അപ്പോൾ ഒരു ദൈവവൈദ്യ വചനം കേട്ട് മുമ്പോട്ട് പോകുമ്പോൾ ദൈവത്തെ ആശ്രയിച്ച് മുന്നോട്ട് പോകും. ഇങ്ങനെ പ്രാർത്ഥിക്കണം, കർത്താവെ എന്നെ കടാക്ഷിക്കണം, എൻ്റെ മക്കളെ അനുഗ്രഹിക്കണം, എൻ്റെ ജീവിത പങ്കാളെ അനുഗ്രഹിക്കണം. അങ്ങയുടെ കരം എപ്പോഴും എന്നോട് കൂടെ ഉണ്ടായിരിക്കണം, എന്നോട് കൂടെ ഉണ്ടായിരിക്കണം. അങ്ങനെ ഉണ്ടായിരിക്കുകയും വിപത്തുകൾ, രോഗത്തിൽ നിന്നും പീഡയിൽ നിന്നും അപകടത്തിൽ നിന്നും അനർത്ഥങ്ങളിൽ നിന്നും എന്നെ കാത്ത് രക്ഷിക്കണമേ എന്ന് നീ കർത്താവിനോട് പ്രാർത്ഥിക്കണം. പറഞ്ഞേ ഹല്ലേലൂയാ, ഹല്ലേലൂയാ. സ്വരമുയർത്തി ഹല്ലേലൂയാ, ഹല്ലേലൂയാ. യേശുവേ നന്ദി, യേശുവേ ആരാധന. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഇതാണ് കർത്താവിന്റെ സന്നിധിയിൽ പ്രാർത്ഥിക്കുമ്പോൾ അവിടുന്ന് നമ്മളെ തൊടും. വീണ്ടും നമ്മൾ കാണുന്നുണ്ട് ദൈവസന്നിധിയിൽ അപ്പോൾ തന്നെ കർത്താവിനോട് ഇപ്പോൾ എന്തെങ്കിലും നമ്മൾ ചിലപ്പോൾ ഒരു നിഷേധ പ്രവർത്തികൾ ചെയ്തിട്ട് പോകാമെന്ന് വിചാരിച്ചോ, എന്നാലും കർത്താവിന് നമ്മൾക്ക് അറിയാൻ പറ്റും. നമ്മൾ പഴയ നിയമത്തിൽ യോനായി എന്ന് പറയുന്ന പ്രവാചകനെ കാണും. ദൈവത്തിനൊരു പദ്ധതി യോനായെ കുറിച്ചുണ്ടായിരുന്നു. യോനായോട് പറഞ്ഞു, നീ നിനിവേ നഗരത്തിൽ പോയി എൻ്റെ വചനം പ്രഘോഷിക്കുക. യോന പോയില്ല, അവൻ വേറെ സ്ഥലത്തേക്ക് പോയി, താർസീസിലേക്ക് പോയി. പക്ഷേ ആ കപ്പലിൽ വെച്ച് തന്നെ അവൻ തന്നെ ആ കപ്പലിൽ നിന്ന് സമുദ്രത്തിൽപ്പെട്ടു. ആ സമുദ്രത്തിലേക്ക് വീണപ്പോൾ തന്നെ ദൈവം ആ വീഴുന്ന സ്ഥലത്ത് ഒരു തിമിംഗലത്തെ കൊണ്ട് നിർത്തി. ആ തിമിംഗലം അവനെ വിഴുങ്ങി. മത്സ്യത്തിൻ്റെ ഉദരത്തിൽ കിടക്കുമ്പോൾ യെസക്കിയ പ്രാർത്ഥിച്ചതുപോലെ യോനായി ഒരു പ്രാർത്ഥന പ്രാർത്ഥിക്കും. യോന ഒരു പ്രാർത്ഥന പ്രാർത്ഥിക്കുന്നുണ്ട്. യോന പ്രവാചന പുസ്തകം 2-ാം അധ്യായം അതിൽ 1-2 തിരുലിഖിതങ്ങൾ. മത്സ്യത്തിൻ്റെ ഉദരത്തിൽ വെച്ച് യോന തൻ്റെ ദൈവമായി കർത്താവിനോട് പ്രാർത്ഥിച്ചു. എൻ്റെ കഷ്ടതയിൽ
ഞാൻ കർത്താവിനെ വിളിച്ചപേക്ഷിക്കുന്നു, അവിടുന്ന് എനിക്ക് ഉത്തരമരുളി. പാതാളത്തിൻ്റെ ഉദരത്തിൽ നിന്ന് ഞാൻ നിലവിളിച്ചു, അവിടുന്ന് എൻ്റെ നിലവിളി കേട്ടു. നിലവിളി കേട്ടില്ലെന്നല്ല, അപ്പോഴും യോന മത്സ്യത്തിൻ്റെ ഉദരത്തിൽ പുറത്ത് വന്നിട്ടില്ല. അപ്പോൾ യോന പറയാണ്, അവിടുന്ന് എൻ്റെ നിലവിളി കേട്ടു. ഇതാണ് പ്രാർത്ഥിക്കുമ്പോൾ സംശയിക്കരുത്. എന്നെ കർത്താവ് രക്ഷിച്ചു, അവിടുത്തെ കരം എൻ്റെ കയ്യിലുണ്ട്. തൊട്ട് നമ്മൾ വായിക്കുമ്പോൾ നമ്മൾ കാണാം, യോനായുടെ നിലവിളിക്ക് ഉത്തരമായി ദൈവമായ കർത്താവ് ആ സിംഹത്തെ കരയ്ക്കൈ കടിപ്പിച്ച് കരയിൽ കൊണ്ടുപോയി അവനെ ഛർദ്ദിച്ചിട്ടു. എന്നിട്ട് പിന്നീട് യോന പോയി പ്രസംഗിക്കുകയാണ് ദൈവജനത്തിനോട്, നിങ്ങൾ കർത്താവിൻ്റെ സ്വരം കേൾക്കുക, പഴയത് എല്ലാം ഉപേക്ഷിച്ച് ദൈവത്തിൻ്റെ പിന്നാലെ വരിക. അപ്പോഴോ അവരെന്താ ചെയ്തത്? 3-ാമത്തെ അധ്യായം 8-ാമത്തെ തിരുലിഖിതം, മനുഷ്യനോ മൃഗമോ കന്നുകാലികളോ ആടോ ഒന്നും ഭക്ഷിക്കരുത്, അവ മേയുകയോ വെള്ളം കുടിക്കരുത്. മനുഷ്യനും മൃഗവും ചാക്ക് വസ്ത്രം ധരിച്ച് ദൈവത്തോട് ഉച്ചത്തിൽ വിളിച്ചപേക്ഷിക്കട്ടെ. ഓരോരുത്തരും തങ്ങളുടെ ദുർമാർഗത്തിൽ നിന്നും അക്രമങ്ങളിൽ നിന്നും പിന്തിരിയട്ടെ. കണ്ടോ, അവിടെയും അവർ ദുർമാർഗങ്ങളിൽ നിന്ന് പിന്തിരിഞ്ഞ് ദൈവത്തെ വിളിക്കട്ടെ എന്ന്. ഹല്ലേലൂയാ, ഹല്ലേലൂയ. യേശുവേ നന്ദി. യേശുവേ നന്ദി. അപ്പോൾ പ്രിയപ്പെട്ട സഹോദരങ്ങൾ, പ്രാർത്ഥിക്കുമ്പോൾ അപ്പോൾ തന്നെ ഉത്തരമുണ്ട്. യോന മത്സ്യത്തിന്റെ ഉദരത്തിൽ കിടന്ന് പ്രാർത്ഥിച്ചു, എസെക്കിയേൽ രാജാവ് പ്രാർത്ഥിച്ചു, പിന്നെ യാബസ് പ്രാർത്ഥിച്ചു, ദൈവത്തിന് കരം എൻ്റെ കൂടെ വേണം, എൻ്റെ അതിരുകൾ വിസ്തൃതമാക്കി കൊടുക്കുക തന്നെ ചെയ്തു. പ്രിയപ്പെട്ട സഹോദരങ്ങൾ, പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥനയ്ക്ക് അപ്പോൾ തന്നെ ഉത്തരമുണ്ട്. ഞാൻ വീണ്ടും മറ്റൊരു സംഭവം ഓർക്കുകയാണ്. ആ സംഭവം എങ്ങനെയാണ്? അത് വട്ടായിലച്ചൻ്റെ ശുശ്രൂഷ, മദ്യപാനികൾക്ക് വേണ്ടിയുള്ള ശുശ്രൂഷകൾ, ധ്യാനം ഉണ്ടായിരുന്നു. ഏറ്റവും ആദ്യം ഒരു 10, 5, 3, 4, 10, 15, 20, 30 പേര് അടങ്ങുന്ന ഒരു ധ്യാനം, ഒരാഴ്ചത്തെ ധ്യാനമാണ്. അപ്പോൾ അട്ടപ്പാടി തന്നെ കുറച്ച് ദൂരം ഷോളിയൂർ എന്ന് പറയുന്ന സ്ഥലത്ത് ഒരു മനുഷ്യൻ 24 മണിക്കൂർ മദ്യപാനം, 24 മണിക്കൂറും. അവസാനം ആ മനുഷ്യനോട് പറഞ്ഞു, ആ മനുഷ്യൻ ഇഷ്ടംപോലെ ബിസിനസ്സൊക്കെ ചെയ്ത് കാശുണ്ട്, അതെല്ലാം കുട്ടിച്ച് തീർക്കാണ്. അപ്പോൾ ആ മനുഷ്യൻ്റെ ഈ ദയനീയ സ്ഥിതി കണ്ടിട്ട് അവിടെ പ്രാർത്ഥിക്കുന്ന കുറേ സിസ്റ്റർമാരുണ്ടായിരുന്നു. ആ സിസ്റ്റർമാർ അവിടെ, ആ പള്ളിയോട് ബന്ധപ്പെട്ടുള്ള സിസ്റ്റർമാർ അവിടെ ഉള്ളൊരു പണ്ടേ ഉണ്ട്, ഇപ്പോഴും അവിടെ ഉണ്ട്. അവർ ഈ ചേട്ടൻ്റെ സ്ഥിതി ആത്മാവ് നഷ്ടപ്പെട്ടു പോകുമല്ലോ എന്ന് വിചാരിച്ച് ചേട്ടനോട് പറഞ്ഞു, ചേട്ടാ ആ താവളത്ത് ബഹുമാനപ്പെട്ട വട്ടായിലച്ചൻ ഒരു ധ്യാനം നടന്നു, ചേട്ടൻ പോയി കൂട്. ആ ചേട്ടൻ അപ്പം തന്നെ പറഞ്ഞു, അത് നിങ്ങൾ പോയി കൂടിയാൽ മതി, ഞാൻ കുടിച്ച് മരിക്കും. അങ്ങനെ ആ ചേട്ടൻ്റെ ബലമായിട്ട് ഇവർ കുറച്ചുകൂടെ പറഞ്ഞു. അപ്പോൾ ആ ചേട്ടൻ പറഞ്ഞു, അവിടെ പോയുള്ള ഫീസും കാര്യങ്ങളൊക്കെ കൊടുക്കാൻ എൻ്റെ ഒന്നുമില്ല. അപ്പോൾ അവർ പറഞ്ഞു, ഞങ്ങൾ തരാം. ചേട്ടൻ അവിടെയുള്ള വണ്ടിക്കൂലി സകലം ചുമ്മാ ഒരു ബാഗായിട്ട് വന്നാൽ ഇനി തുണി വേണം, അതും മേടിച്ച് തരാം. നമുക്ക് സിസ്റ്റർമാരുടെ ഒരു വേദന. അപ്പോൾ സ്നേഹിക്കുന്ന സിസ്റ്റർമാരുണ്ട്. നമ്മുടെ സിസ്റ്റർമാരെ കുറ്റം പറയുമ്പോൾ നല്ല സിസ്റ്റർമാരുണ്ട്. അവരെന്ത് ചെയ്യുന്നറിയാമോ? അന്ന് തൊട്ട് ഉപവസിക്കാൻ തുടങ്ങി. എന്നിട്ട് ആ ഉപവസിക്കുന്ന പൈസ മാറ്റി വെച്ചിട്ട് ഈ ചേട്ടൻ്റെ കയ്യിലേക്ക് എടുത്തു കൊടുത്തു. അതുകൊണ്ട് ആ ചേട്ടൻ ഇവിടെ വന്ന് ധ്യാനം കൂടി. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ആ ചേട്ടൻ മാനസാന്തരം തിരിച്ചുപോയി. പിന്നെ മദ്യപാനമൊക്കെ നിർത്തി ഒരു 6 മാസം കഴിഞ്ഞപ്പോൾ ഒരു ദിവസം ചേട്ടൻ കുഴഞ്ഞു വീണു. കുഴഞ്ഞു വീണ ചേട്ടനെ പൊക്കി എടുത്ത് ആശുപത്രി കൊണ്ടുപോയി. അവിടെ ഒരു ചെറിയ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി. അവിടെ കൊണ്ടുവന്നപ്പോൾ ആ ചേട്ടൻ പറഞ്ഞു, ഇവിടെ ഈ ചേട്ടന് പറ്റത്തില്ല, ഇവിടെ ഇതിനുള്ള സൗകര്യങ്ങളില്ല, അതുകൊണ്ട് വേറെ ഏതെങ്കിലും നല്ല ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകാൻ പറഞ്ഞു. അപ്പോൾ അവർ പാലക്കാടോ അവിടെ ഒരു ആശുപത്രി, ഏതൊരു നല്ല ആശുപത്രിയിൽ കൊണ്ടുവന്നു. ഡോക്ടർമാർ ചെക്ക് ചെയ്ത് പരിശോധിച്ച് നോക്കി, ആ ചേട്ടന് ഒരു മാരക രോഗം പിടിപെട്ടു. ഇനി ചികിത്സയില്ല, ആ കുട്ടിയെ പോലെ തന്നെ ചികിത്സയില്ല. അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ മരുന്ന് കഴിച്ചിങ്ങനെ വേദന മാറ്റി കിടക്കാം, അത് എന്നല്ലാതെ കുറേ നാളിങ്ങനെ പോവും, അത് കഴിഞ്ഞ് മരിക്കും. അങ്ങനത്തെ ഒരു അവസ്ഥയിലേക്ക് എത്തി. അപ്പോൾ ഈ ചേട്ടൻ അവിടെ കിടത്തിയിരിക്കുകയാണ്. അപ്പോൾ ചേട്ടന് എന്ത് ചെയ്ത് മനസ്സിലായി, എൻ്റെ രോഗം നിസ്സാരമല്ലെന്ന് മനസ്സിലായി. അപ്പോൾ ആ ചേട്ടനുണ്ടല്ലോ അപ്പോൾ തന്നെ ഇങ്ങനെ പ്രാർത്ഥിക്കുകയാണ്. സ്നേഹപരമാപ്പെട്ട വട്ടായിലച്ച അച്ഛൻ അട്ടപ്പാടി ധ്യാനകേന്ദ്രത്തിൽ ബലിയർപ്പിച്ച് പ്രാർത്ഥിക്കുമ്പോൾ എന്നെ കൂടി ഓർക്കണമേ എന്ന്. ഈ പ്രാർത്ഥിക്കുന്നത് പാവം വട്ടായിച്ച അറിയുന്നില്ല. അച്ഛൻ സാധാരണ കുർബാന ചെല്ലുന്ന പോലെ കുർബാന ചെല്ലുവാണ്.
ഈ മനുഷ്യൻ രാവും പകലും. അവസാനം നേഴ്സുമാർ വന്ന് പറഞ്ഞു, ഇവിടെ ഇങ്ങനെ ഒച്ചയെടുക്കാൻ പാടില്ല, ചേട്ടൻ ഇവിടെ നിന്ന് പറഞ്ഞു വിടുന്നു. നേഴ്സുമാർ പുറത്തേക്ക് ഇറങ്ങുമ്പോഴാണ് ചേട്ടൻ പറയും, അയ്യോ എൻ്റെ രക്ഷിക്കണമേ, ആ ബലിയിൽ, വട്ടായിലച്ചൻ്റെ ബലിയിൽ എന്നെ കൂടി ഓർക്കണേന്ന്. സത്യം പറഞ്ഞാൽ അച്ഛൻ എന്ന സാക്ഷ്യം പറയുമ്പോൾ ഞാൻ അങ്ങനെ ആരെ ഓർത്തിട്ടില്ല. ചിലപ്പോൾ മദ്യപാനികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാതിരിക്കാം, അല്ലെങ്കിൽ രോഗികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാതിരിക്കാം. ഈ ചേട്ടൻ്റെ കാര്യം പക്ഷേ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അങ്ങനെ 3 ദിവസം പ്രാർത്ഥിച്ചു. 4ാമത്തെ ദിവസം ആ മനുഷ്യൻ കസാരയിൽ എഴുന്നേറ്റിരുന്ന് കഞ്ഞി കുടിക്കുന്നതാണ് നേഴ്സുമാർ കാണുന്നത്. അപ്പോൾ പ്രിയപ്പെട്ട സഹോദരങ്ങളെ നോക്ക്, ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കും. അതെന്താണ് മധ്യസ്ഥ പ്രാർത്ഥന? അവിടെ ഇപ്പോൾ ഇങ്ങനെയൊക്കെ പറയുമ്പോഴാണ് നിങ്ങൾ പറയുന്നത് ആ ഒരു ആൾ ദൈവത്തെക്കുറിച്ച് പറയുന്നത്. അവിടെ ആരും കർത്താവിൻ്റെ ബലി അർപ്പിക്കുമ്പോൾ ഒന്ന് ഓർക്കണമെന്ന് പറഞ്ഞത്. ഹല്ലേലൂയ, യേശുവേ നന്ദി, യേശുവേ ആരാധന. അതുകൊണ്ട് പ്രിയപ്പെട്ട സഹോദരങ്ങളെ, കർത്താവിന് മനസ്സാകാൻ വേണ്ടിയാണ് പ്രാർത്ഥിക്കുന്നത്. ഈശോയുടെ അടുത്ത് വരുന്നവരെല്ലാം അങ്ങനെയല്ല പറഞ്ഞത്. ഈശോയുടെ അടുത്ത് പ്രാർത്ഥിക്കാൻ വന്നവരെല്ലാം അങ്ങനെയാണ് തന്നെ പറഞ്ഞത്. മത്തായിയുടെ സുവിശേഷം 8-ാം അധ്യായം അതിൽ 1, 2, 3, 4 തിരുലിഖിതങ്ങൾ. അതുകൊണ്ട് യേശു മലയിൽ നിന്ന് ഇറങ്ങി വന്നപ്പോൾ വലിയ ജനക്കൂട്ടം അവനെ അനുഗമിച്ചു. അപ്പോൾ ഒരു കുഷ്ഠരോഗി അടുത്ത് വന്ന് താണു വണങ്ങിക്കൊണ്ട് പറഞ്ഞു, കർത്താവേ, അങ്ങേക്ക് മനസ്സുണ്ടെങ്കിൽ എന്നെ ശുദ്ധനാക്കാൻ കഴിയും. യേശു കൈ നീട്ടി സ്പർശിച്ചുകൊണ്ട് അരുൾ ചെയ്തു, എനിക്ക് മനസ്സുണ്ട്, നിനക്ക് ശുദ്ധി വരട്ടെ. തൽക്ഷണം കുഷ്ഠം മാറി അവന് ശുദ്ധി വന്നു. ഹല്ലേലൂയ, യേശുവേ നന്ദി, യേശുവേ ആരാധന. അവൻ മുട്ടുകുത്തി കർത്താവ് സന്നിധി പറയാൻ, കർത്താവേ, മനസ്സുണ്ടെങ്കിൽ അങ്ങേക്ക് എന്നെ ശുദ്ധനാക്കാൻ കഴിയും. അപ്പോൾ കർത്താവ്, ഞാനൊന്ന് ആലോചിക്കട്ടെ, നിന്റെ കൊണ്ട് വിശദമായി പഠിക്കട്ടെ, അഴിപൊടി നീ നാളെ വാ എന്ന് പറഞ്ഞോ? നീ ആദ്യം പോയി ഒന്ന് കുമ്പസാരിക്ക് പറഞ്ഞില്ല. അത്രയും അനുതാപത്തോടെ അവൻ മുട്ടുകുത്തി നിൽക്കുന്നത്. അവൻ ഓൾറെഡി കർത്താവിൻ്റെ സന്നിധിയിൽ പാപങ്ങളെല്ലാം ഏറ്റു പറഞ്ഞ് അവൻ വിശുദ്ധിയോടെ നിൽക്കുകയാണ്. ഈ രോഗം മാറാൻ വേണ്ടി അവൻ കരഞ്ഞ് 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 കണ്ണീരില്ല. അത് കർത്താവിന് മനസ്സിലായി. അങ്ങനെയെങ്കിൽ നിങ്ങൾ ഇതുപോലെ കർത്താവിൻ്റെ സന്നിധിയിൽ എല്ലാം വിട്ടുകൊടുത്ത് പ്രാർത്ഥിച്ചാൽ നിങ്ങളുടെ പ്രാർത്ഥന കേൾക്കാതിരിക്കുമോ? അവിടെ അവൻ പറഞ്ഞു, കർത്താവേ, എന്നിട്ട് അവൻ മസ്റ്റായിട്ട് പറയുന്നത് മറ്റോടതെല്ലാം എന്നെ അനുഗ്രഹിക്കണേ എന്ന് പറഞ്ഞപ്പോൾ ഈ രോഗി ഈശോയോട് പറയുന്നത്, കർത്താവേ, ഞാൻ നിർബന്ധിക്കുന്നില്ല, എനിക്കതിന് യോഗ്യത, സുഖപ്പെടാനുള്ള യോഗ്യത ഉണ്ടോ എന്ന് എനിക്കറിയത്തില്ല, എങ്കിലും ഞാൻ കർത്താവിനോട് പറയുകയാണ്, എൻ്റെ പിതാവിനോട് പറയുകയാണ്, എൻ്റെ ദൈവത്തോട് പറയുകയാണ്, മനസ്സുണ്ടെങ്കിൽ എന്നെ ഒന്ന് തൊടണം, മനസ്സുണ്ടെങ്കിൽ എന്നെ സ്പർശിക്കണം. അതൊരു പ്രാർത്ഥനയാണ് പ്രിയപ്പെട്ടവരെ, അതൊരു പ്രാർത്ഥനയാണ്. അതിന് രൂപവും ഭാവവും ഇല്ല, അതിന് പ്രത്യേക എന്താ പറയുക, അതിന് ചിട്ടയോ ക്രമമൊന്നുമില്ല. ഇതാണ് കർത്താവിൻ്റെ സന്നിധിയിലുള്ള പ്രാർത്ഥന. ഓരോ ദൈവവേദലിൻ്റെയും പ്രാർത്ഥന ഇങ്ങനെ ആയിരിക്കണം, നിഷ്കളങ്കമായ പ്രാർത്ഥനയാണത്. എസ്കേ രാജാവിൻ്റെ പ്രാർത്ഥന നിഷ്കളങ്കമായ പ്രാർത്ഥന. അവൻ പുസ്തകത്തെ നോക്കി അതിൻ്റെ ഒരു 2 നന്മ പറഞ്ഞ ഒരു സ്വർഗ്ഗസ്ഥനായ പിതാവ്, ഒരു പിതാവിനും പുത്രനും, അങ്ങനെയല്ല. അവൻ്റെ ഹൃദയത്തിനടുത്തിരുന്നവൻ്റെ തേങ്ങലാണത്. എന്താ ഇത് അങ്ങനെ പ്രാർത്ഥിക്കാൻ പറ്റാത്തത് എന്ന് പറഞ്ഞുകൊണ്ട് സ്വർഗ്ഗസ്ഥനായ പിതാവ് നന്മ നിറഞ്ഞ പറയുന്ന പ്രാർത്ഥന വേണ്ടെന്നല്ല അച്ഛൻ പറഞ്ഞത്. ആ പ്രാർത്ഥന പ്രാർത്ഥിക്കുക. ഒരു സ്വർഗ്ഗസ്ഥനായ പിതാവ് ചെല്ലിയിട്ട് ആ പിതാവേ എന്ന് വിളിക്കുമ്പോൾ നീ പിതാവിനെ കാണണം, എന്നിട്ട് പറയണം, പിതാവേ, മനസ്സുണ്ടെങ്കിൽ എന്നെ സുഖപ്പെടുത്തണം. കർത്താവ് മനസ്സ് വെച്ചിരിക്കും, അതിന് യാതൊരു സംശയമില്ല. അതുകൊണ്ട് കർത്താവേ എന്ന് പ്രാർത്ഥിക്കുമ്പോൾ ചങ്ക് പൊട്ടി നമ്മൾ പ്രാർത്ഥിക്കണം. കണ്ടോ, അവൻ്റെ കണ്ണിൽ നിന്ന് ഒഴുകിയത് കണ്ണുനീരല്ല, രക്തമായിരിക്കും പൊടിഞ്ഞത്. എനിക്ക് ഇനിയും ജീവിക്കണം കർത്താവേ. രക്തക്കണ്ണീരായിരിക്കും അവൻ്റെ കണ്ണിൽ നിന്ന് ഒഴുകിയത്. പ്രിയപ്പെട്ട മക്കളെ, ഇത് ദൈവം കാണാതിരിക്കില്ല, ദൈവം കാണാതിരിക്കില്ല. വിവാഹം നടക്കാത്ത മക്കളെ ഓർത്ത് കരയുന്ന മാതാപിതാക്കളുണ്ട്. അവരെ മരിക്കുന്നതിന് മുമ്പ് എൻ്റെ മക്കളൊന്ന് കല്യാണം കഴിച്ച് കാണണം. എന്ത് കഴിച്ച് കാണാൻ പറ്റാതെ പോയത്? ഈ ലോകത്തിൽ പിള്ളേരില്ലാഞ്ഞിട്ടാണോ? നിങ്ങളുടെ മക്കൾക്ക് ജീവിത പങ്കാളിയെ കർത്താവ് കരുതി വെച്ചിട്ടുണ്ട്. അവൻ എത്ര വയസ്സ് വേണമെങ്കിലാകട്ടെ. പക്ഷെ മനുഷ്യൻ തങ്ങളെ എളിമപ്പെട്ട് കർത്താവിന് സന്നിധി പ്രാർത്ഥിക്കുന്നില്ല. അതുകൊണ്ടാണ് കർത്താവിന് വിശ്വാസത്തോടെ പ്രാർത്ഥിക്കില്ല, അതുകൊണ്ടാണ് കിട്ടാത്തത്. അതുകൊണ്ട് പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഇന്ന് ഈ വചനം കേൾക്കുമ്പോൾ നീ നിന്നെ തന്നെ എളിമപ്പെടുത്തണം. വീണ്ടും പ്രിയപ്പെട്ട സഹോദരൻ, സംഗീത പുസ്തകം 105-ാം അധ്യായത്തിൽ 4-ാമത്തെ തിരുലിഖിതം, സംഗീത പുസ്തകം 105:4, കർത്താവിനെയും അവിടുത്തെ ബലത്തെയും അന്വേഷിക്കുവിൻ, നിരന്തരം അവിടുത്തെ സാന്നിധ്യം നേടുവിൻ. അതുകൊണ്ട് നിരന്തരം അവിടുത്തെ സാന്നിധ്യം തേടുവിൻ.
ഉണ്ടോ? നിരന്തരം കർത്താവിൻ്റെ സാന്നിധ്യം, കർത്താവിൻ്റെ മഹത്വം, ആ സാന്നിധ്യം നാം തേടണം, നാം അന്വേഷിക്കണം. സങ്കീർത്തന പുസ്തകം 34 അധ്യായം 17 തിരുലിഖിതം. സങ്കീർത്തന പുസ്തകം 34:17 പറയുന്നു, നീതിമാന്മാർ സഹായത്തിന് നിലവിളിക്കുമ്പോൾ കർത്താവ് കേൾക്കുന്നു, അവരെ സകല കഷ്ടതകളിൽ നിന്നും അവിടുന്ന് രക്ഷിക്കുന്നു. നോക്ക് കേട്ടോ, നീതിമാന്റെ പ്രാർത്ഥന കർത്താവ് കേൾക്കുന്നു സകല കഷ്ടതയിൽ നിന്നും. ഒരു കഷ്ടതയെന്നോ അല്ലെങ്കിൽ ഒരു പ്രത്യേക നമ്പർ അവിടെ ഇല്ല. സകല കഷ്ടതയിൽ നിന്നും അവിടുന്ന് അവരെ മോചിപ്പിക്കുന്നു, കടാക്ഷിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഈ വചനം കേൾക്കുമ്പോൾ ഇത് നിങ്ങൾക്ക് ശക്തിയാകണം. ഇപ്പോൾ എന്താ പറയുക, ഇപ്പോൾ ഭയപ്പെട്ട് ആകപ്പാടെ നിരാശരായി മരണത്തെ മുഖാമുകൊണ്ടിരിക്കുന്നവർ ഇപ്പൊ ചാടി എഴുന്നേൽക്കണം. പവർ വചനത്തിൻ്റെ അതിശക്തമുണ്ട്. അതാണ് നീ മനസ്സിലാക്കേണ്ടത്. അതാണ് കർത്താവിൻ്റെ സന്നിധി നമ്മൾ പ്രാർത്ഥിക്കേണ്ടത്. നീതിമാൻ സഹായത്തിന് നിലവിളിക്കുമ്പോൾ കർത്താവ് കേൾക്കും, അവന്റെ സകല കഷ്ടതകളിൽ നിന്ന് അവനെ മോചിപ്പിക്കും. പറഞ്ഞു ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ ആരാധന. യേശയ്യാ പ്രവാചകന്റെ പുസ്തകം 64 അധ്യായം 7 തിരുലിഖിതം. യേശയ്യാ പ്രവാചകന്റെ പുസ്തകം 64 അധ്യായം 7 തിരുലിഖിതം. അങ്ങയുടെ നാമം വിളിച്ചപേക്ഷിക്കുകയും അങ്ങയെ മുറുകെ പിടിക്കാൻ ഉത്സാഹിക്കുകയും ചെയ്യുന്നവൻ ആരുമില്ല. അങ്ങ് ഞങ്ങളിൽ നിന്ന് മുഖം മറച്ചിരിക്കുന്നു. ഞങ്ങളുടെ അകൃത്യങ്ങളുടെ പിടിയിലേക്ക് അങ്ങ് ഞങ്ങളെ വിട്ടുകളഞ്ഞിരിക്കുന്നു. ഉണ്ടോ? കർത്താവിനെ വിളിക്കാൻ ആരുമില്ല, മനസ്സുണ്ടോ എന്ന് ചോദിക്കാൻ ആരുമില്ല, സൗഖ്യപ്പെടുത്തണമേ എന്ന് വിളിച്ചപേക്ഷിക്കുന്ന ആരുമില്ല. പാപത്തിൽ തന്നെ വീണ്ടും തുടരുകയാണ്. അതുകൊണ്ട് കർത്താവ് അവരെ ആ പാപത്തിലേക്ക് തന്നെ തള്ളിവിടും. ഉണ്ടോ? ദൈവം രക്ഷിക്കുന്ന ഒരു കൈ ഇവിടെ ഉണ്ട്. എന്നാൽ മനുഷ്യന് തയ്യാറായില്ലെങ്കിൽ അവരെ പാപത്തിലേക്ക് തള്ളിവിടും. അതുകൊണ്ട് പ്രിയപ്പെട്ട സഹോദരങ്ങളെ, കർത്താവ് രക്ഷിക്കാൻ റെഡിയാണ്. എന്നാൽ അവൻ വിളിക്കുന്നില്ല, അപേക്ഷിക്കുന്നില്ല, കർത്താവിന് കൃപാകടാക്ഷങ്ങൾ യാചിക്കുന്നില്ല എങ്കിൽ അവനെ കർത്താവ് നോക്കില്ല, അവനെ പാപത്തിലേക്ക് എന്ന് പറഞ്ഞാൽ പിശാചിന് തന്നെ വിട്ടുകൊടുക്കും, അന്ധകാരത്തിന് വിട്ടുകൊടുക്കും. അതുകൊണ്ട് നമുക്ക് ഇന്ന് പുറത്തു വരാം. പൈശാചിക ശക്തിയിൽ നിന്ന്, അന്ധകാരത്തിൻ്റെ പിടിയിൽ നിന്ന് പുറത്തു വരാം. കെട്ടുപൊട്ടട്ടെ, നിങ്ങളെ ബന്ധിച്ചിട്ടിരിക്കുന്ന ചങ്ങലകൾ അഴിയട്ടെ. ദൈവത്തിൻ്റെ നാമം വിളിക്കാൻ പറ്റുന്ന വിധത്തിൽ അഭിഷേകം ഇറങ്ങട്ടെ. ചങ്ങലകളെല്ലാം ചാമ്പലാകട്ടെ. കർത്താവിന്റെ സന്നിധിയിൽ നമുക്ക് പ്രാർത്ഥിക്കാം. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഈ സമയം കേട്ട വചനങ്ങളെ നമ്മളെ ധ്യാനിക്കുക, പ്രാർത്ഥിക്കുക. കർത്താവ് നമ്മളെ അനുഗ്രഹിക്കും. ഒരു നിമിഷം നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവമേ, ഇപ്പോൾ ഞങ്ങൾ കേട്ട ഈ വചനങ്ങൾ ഞങ്ങളുടെ ഹൃദയത്തിലേക്ക് പതിക്കണമേ എന്ന് പ്രത്യേകം പ്രാർത്ഥിക്കുകയാണ്. എപ്പോഴും ഏത് സമയവും ഞങ്ങൾക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടായാൽ ആ സമയം മുഴുവൻ ഈശോയോട് പ്രാർത്ഥിക്കുവാനുള്ള കൃപയും അഭിഷേകവും അവിടുത്തെ ആ ശക്തമായ കരത്തിൻ്റെ കീഴെ വന്ന് നിൽക്കാനുള്ള കൃപ ഞങ്ങൾ നൽകണമേ എന്ന് പ്രത്യേകം പ്രാർത്ഥിക്കാം. കരഞ്ഞു പ്രാർത്ഥിക്കുവാൻ യേശുവേ കണ്ണുനീരേകണേ. നിറഞ്ഞു പ്രാർത്ഥിക്കുവാൻ യേശുവേ ഉള്ളം തുറന്നിടണേ. കരഞ്ഞു പ്രാർത്ഥിക്കുവാൻ യേശുവേ കണ്ണുനീരേകണേ. കരഞ്ഞ് പ്രാർത്ഥിക്കാനുള്ള കൃപ നൽകണമേ ഈശോയെ. പ്രാർത്ഥിക്കുന്നു. പൊട്ടിക്കരഞ്ഞ് കർത്താവിന് കാൽക്കിലേക്ക് വീഴണം. ആ കുരിശെ കെട്ടിപ്പിടിക്കണം, വിടരുത്. കർത്താവേ, അവിടുത്തെ കരം എപ്പോഴും എൻ്റെ കൂടെ ഉണ്ടാകണം, എൻ്റെ മക്കളുടെ കൂടെ ഉണ്ടാകണം. ഈശോയെ, എൻ സ്വാർത്ഥമോഹങ്ങളാലെ സ്നേഹബന്ധങ്ങൾ തകർന്നിടുന്നു. എൻ സ്വാർത്ഥമോഹങ്ങളാലെ
സ്നേഹബന്ധങ്ങൾ തകർന്നിടുന്നു. ഈശോയേ, പ്രാർത്ഥന പോലും നിലച്ചുപോയി. പൂർണ്ണമായി നിന്നിൽ അകന്നുപോയി. അപ്പാ, പ്രാർത്ഥന പോലും നിലച്ചുപോയി. പൂർണ്ണമായി നിന്നിൽ അകന്നുപോയി. യേശുവേ, എങ്കിലും യേശുവേ നീ കനിഞ്ഞാൽ നിൻ മകനായി ഞാൻ മാറിയിടുമേ. എങ്കിലും യേശുവേ നീ കനിഞ്ഞാൽ നിൻ മകനായി ഞാൻ മാറിയിടുമേ. പ്രാർത്ഥിക്കുന്നു. കരഞ്ഞു പ്രാർത്ഥിക്കുവാൻ യേശുവേ കണ്ണുനീരേകണേ. ഈശോ, നിറഞ്ഞു പ്രാർത്ഥിക്കുവാൻ യേശുവേ ഉള്ളം തുറന്നീടണേ. കരങ്ങൾ യാചന പിടിച്ച് കരഞ്ഞു പ്രാർത്ഥിക്കുവാൻ യേശുവേ കണ്ണുനീരൊഴുകട്ടെ. കണ്ണുനീരേകണേ. നിറഞ്ഞു പ്രാർത്ഥിക്കുവാൻ ഈശോ, യേശുവേ ഉള്ളം തുറന്നിടണേ. പ്രാർത്ഥിക്കുന്നു. ഉള്ളം തുറന്നിടണേ. നിങ്ങളുടെ കണ്ണിൽ നിന്ന് ഒഴുകുന്ന വേദനയുടെ കണ്ണുനീർ തുടയ്ക്കണ്ട. കർത്താവ് ആ കണ്ണുനീര് ഇന്ന് തുടച്ചു മാറ്റുന്ന സമയമാണ്. നമുക്ക് പ്രാർത്ഥിക്കാം. തുടർന്ന് നമ്മൾ ദിവികാരം ആരാധനയിലേക്ക് പ്രവേശിക്കുകയാണ്. ഈ സമയം കണ്ണുനീരോടെ കർത്താവിൻ്റെ മുമ്പിൽ ആയിരിക്കാം, പ്രാർത്ഥിക്കാം. ആരാധനയുടെ നിമിഷങ്ങളിൽ ആത്മനാഥനെ കാണുവാൻ ആരാധകരിവർ കാത്തിരിപ്പു. ആത്മനാഥനേശുവേ ആരാധന ആരാധന ആയിരം ആരാധന 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 ആത്മാവിൽ ആരാധന 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 ആയിരം ആരാധന ആയിരം ആരാധന. കർത്താവിൻ്റെ സന്നിധിയിൽ നമുക്ക് പ്രാർത്ഥിക്കാം. ഈശോ ഇന്ന് നമ്മളോട് പറഞ്ഞ വചനങ്ങളെല്ലാം നിൻ്റെ പ്രാർത്ഥന ഞാൻ ശ്രവിക്കും. രണ്ട് കരങ്ങളും കർത്താവിൻ്റെ സന്നിധിക്ക് ഉയർത്തി പിടിക്കാം. രണ്ട് കരങ്ങൾ കർത്താവിൻ്റെ സന്നിധിക്ക് ഉയർത്തി ഈശോയെ അവിടുന്ന് ഞങ്ങളെ സ്പർശിക്കണം. എല്ലാവരും ഉച്ചത്തിൽ കർത്താവിനോട് പ്രാർത്ഥിക്കുകയാണ്. എല്ലാ നിയോഗങ്ങളും സമർപ്പിക്കണം. ഇപ്പോൾ നിങ്ങൾ മൊബൈൽ ഫോണിലൂടെ അല്ലെങ്കിൽ മെസ്സേജുകൾ ധാരാളം അയക്കുന്നുണ്ട്. എല്ലാം കർത്താവിൻ്റെ സന്നിധിയിലേക്ക് ഉയരട്ടെ. രണ്ട് കരങ്ങൾ ഉയർത്തി ഉച്ചത്തിൽ സ്തുതിക്കാം. ഹല്ലേലൂയ, ഉച്ചത്തിൽ സ്തുതിക്കട്ടെ. പോരാ പോരാ, സ്വരം ഉയർത്തി സ്തുതിക്കട്ടെ. മനസ്സ് തുറന്ന് സ്തുതിക്കട്ടെ. കരങ്ങളടിച്ച് പാടാം. ആരാധിക്കാം, നമുക്ക് ആരാധിക്കാം, മാരകമാരൊന്നിച്ചാരാധിക്കാം. ചേർന്ന് പാടാം. ആരാധിക്കാം, നമുക്ക് ആരാധിക്കാം, ആത്മാവിശക്തിയോടെ ആരാധിക്കാം.
താഴ്ത്തി നന്നായി കരങ്ങളടിക്കണം. ഇടത്തോട് വലത്തോട് നന്നായി അനങ്ങി പാടുക. ഈശോ ഇതാ നിങ്ങളുടെ കുടുംബത്തിൽ ഇപ്പോൾ വന്ന് നിറഞ്ഞു നിൽക്കുകയാണ്. നിങ്ങളുടെ കർത്താവിന് കരഞ്ഞിപ്പോൾ പ്രാർത്ഥിക്കുന്ന സമയം, ഈശോയോട് സ്വതന്ത്രമായി പ്രാർത്ഥിക്കുന്ന സമയമല്ലേ? ഇപ്പോൾ ഈശോ നിങ്ങളുടെ അടുത്തുണ്ട്. ഈശോ നിങ്ങളെ സ്പർശിക്കുന്നു. പ്രാർത്ഥിക്കട്ടെ. ദാനിയേൽ സിംഹക്കുഴിയിൽ ആരാധിച്ചപ്പോൾ, അപ്പസ്തോലർ ജയിലുകളിൽ ആരാധിച്ചപ്പോൾ, ദാനിയേൽ സിംഹക്കുഴിയിൽ ആരാധിച്ചപ്പോൾ, അപ്പസ്തോലർ ജയിലുകളിൽ ആരാധിച്ചപ്പോൾ, ദൈവജനം രക്തം ചിന്തി ആരാധിച്ചപ്പോൾ, കഷ്ടതയിൽ ഞങ്ങൾ അങ്ങേ ആരാധിക്കുന്നു. ദൈവജനം രക്തം ചിന്തി ആരാധിച്ചപ്പോൾ, കഷ്ടതയിൽ ഞങ്ങൾ അങ്ങേ ആരാധിക്കുന്നു. ആരാധിക്കാം, നമുക്ക് ആരാധിക്കാം, മാലാഖമാരൊന്നിച്ചാരാധിക്കാം. ആരാധിക്കാം, നമുക്ക് ആരാധിക്കാം, ആത്മാവിശക്തിയോടെ ആരാധിക്കാം. ശക്തിയോടെ ആരാധിക്കണം. കണ്ണുനീരൊക്കെ മാറട്ടെ, സങ്കടങ്ങൾ മാറട്ടെ. തുള്ളിച്ചാടി ആരാധിക്കുന്നു. എല്ലാ ബന്ധനങ്ങളും അഴിയട്ടെ, എല്ലാ കെട്ടുകളും പൊട്ടട്ടെ, കണ്ണുനീരൊഴുകട്ടെ. ആദ്യ സഭ വാളിൻ മുൻപിൽ ധീരതയോടെ ഹല്ലേലൂയ ഗീതം പാടി ആരാധിച്ചപ്പോ, ആദ്യ സഭ വാളിൻ മുൻപിൽ ധീരതയോടെ ഹല്ലേലൂയ ഗീതം പാടി ആരാധിച്ചപ്പോ, യേശുവിനായി ലോകത്തിൽ മരണം വന്നാലും ഹല്ലേലൂയ ഗീതം പാടി ആരാധിക്കുവേ. യേശുവിനായി ലോകത്തിൽ മരണം വന്നാലും ഹല്ലേലൂയ ഗീതം പാടി ആരാധിക്കുവേ. ആരാധിക്കാം, ആരാധിക്കാം, മാലാഖമാരൊന്നിച്ചാരാധിക്കാം. ആരാധിക്കാം, ആരാധിക്കാം, ആത്മാവിശക്തിയോടെ ആരാധിക്കാം. ആരാധിക്കാം, നമുക്ക് ആരാധിക്കാം, മാലാഖമാരൊന്നിച്ചാരാധിക്കാം. മാലാഖമാരൊന്നിച്ചാരാധിക്കാം. യേശുവേ, കർത്താവ് ഈ സമയം കർത്താവ് എല്ലാ രോഗികളെയും സമർപ്പിക്കുകയാണ്. ഇപ്പോൾ പ്രത്യേകിച്ച് മെസ്സേജുകൾ അയക്കുന്ന ഓരോരുത്തരുടെയും ഇന്നലെ എല്ലാവരെയും ഇപ്പോൾ ഈശോയുടെ കരങ്ങളിലേക്ക് സമർപ്പിക്കുന്നു. അവരെ കണ്ണുനീര് സമർപ്പിക്കുന്നു. അതുപോലെ കുടുംബങ്ങൾ ഒന്നിച്ചിരുന്ന് കാണുന്ന എല്ലാ കുടുംബങ്ങളെയും, അതുപോലെ ജീവിത പങ്കാളിമാർ, മക്കള്, അവരെല്ലാം ആർക്കൊക്കെ വേണ്ടി പ്രാർത്ഥിക്കാൻ നിങ്ങളിന്ന് ആഗ്രഹിക്കുന്നു അവരെല്ലാം ഈശോയുടെ കരങ്ങളിലേക്ക് സമർപ്പിക്കുകയാണ്. എല്ലാ കുടുംബങ്ങളും ഇപ്പോൾ അനുഗ്രഹം പ്രാപിക്കും. എന്നിട്ട് പ്രത്യേകിച്ച് അതുപോലെ രോഗിയായിട്ട് ആശുപത്രി കിടക്കയിൽ കഴിക്കുന്നവർ, ഓപ്പറേഷൻ ഫിക്സ് ചെയ്തിരിക്കുന്നവർ, അവരെയൊക്കെ കർത്താവ് ഇപ്പോൾ തൊടാൻ പോവുകയാണ്. കിഡ്നി രണ്ട് ഫെയിൽ ആയിട്ടിരിക്കുന്നവർ, ഹാർട്ട് അറ്റാക്ക് ഉള്ളവർ, അതുപോലെ ബൈപ്പാസ് ഓപ്പറേഷൻ വേണമെന്ന് പറഞ്ഞിട്ടുള്ളവർ, മറ്റേതെങ്കിലും കോവിഡ് രോഗം ബാധിച്ച് കിടക്കുന്നവർ, ക്വാറന്റൈനിൽ ഇരിക്കുന്നവർ, അതുപോലെ ജോലിയില്ലാത്തവർ, വിവാഹം നടക്കാത്തവർ, മക്കളില്ലാത്തവർ, ഇതിനുവേണ്ടി വർഷങ്ങളോളം കണ്ണീരോടെ പ്രാർത്ഥിക്കുന്ന എല്ലാവരെയും സമർപ്പിക്കുന്നു. എന്നിട്ട് ഈ സംഘടനകളെല്ലാം സമർപ്പിച്ച് രണ്ട് കരങ്ങളും ഉയർത്തി ഈശോയുടെ നാമത്തെ വിളിക്കുമ്പോൾ ഇതാ ദൈവികാരുണ്യം നിങ്ങളെ ആസ്വദിക്കുന്നു. അത്ഭുത അഭിഷേകം ഇപ്പോൾ നിറയുന്നു. കരങ്ങൾ ഉയർത്തി ഉച്ചത്തിൽ വിളിക്കട്ടെ. യേശുവേ, 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 യേശുവേ. നന്നായി ശിരസ് നമിച്ച് കർത്താവിന്റെ സന്നിധിയിൽ പ്രാർത്ഥിക്കാം. നിങ്ങളെല്ലാവരും അനുഗ്രഹിക്കട്ടെ. ഈ രാത്രിയിൽ നല്ല അനുഗ്രഹം നിങ്ങൾക്ക് ലഭിക്കും. നാളത്തെ ശുശ്രൂഷ സെഗിയോൻ ധ്യാനകേന്ദ്രത്തിൽ നിന്ന് ശുശ്രൂഷ നാളെ ലൈവായിട്ട് ടെലികാസ്റ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ 12 മണിക്ക് ശേഷമായിരിക്കും നമ്മുടെ കൺവെൻഷൻ. 12 മണിക്ക് ശേഷം 12 തൊട്ട് 1:30 വരെ ഉച്ചയ്ക്ക് ഉള്ള കൺവെൻഷൻ. രാത്രിയിൽ 8:30 തൊട്ട് 9:00 വരെയും. ഈശോ നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. നല്ല നിദ്ര നൽകട്ടെ. എല്ലാ കൃപയും നൽകട്ടെ. പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥം തേടി നമുക്ക് പ്രാർത്ഥിക്കാം. അമ്മേ, എൻ്റെ അമ്മേ, എൻ്റെ ഈശോയുടെ അമ്മേ, അമ്മേ, എൻ്റെ അമ്മേ, എനിക്ക് ഈശോ തന്നൊരമ്മേ. ആവേ മരിയ കന്യ
പുണ്യമാതാ